ഈ യൂറോപ്യൻ നാട്ടിലുണ്ടായ മാറ്റം എന്താണ് അറിയോ? ദേവാലയങ്ങളിലേക്ക് എല്ലാ ഞായറാഴ്ചകളിലും കുർബാനക്ക് പ്രാർത്ഥനയ്ക്ക് പോകുന്ന ആളുകൾ പിന്നെ ഇടവകയിൽ മെല്ലെ മെല്ലെ പിന്തിരിയാൻ തുടങ്ങി. അവർക്ക് പിന്നെ പ്രാർത്ഥനയോട് താല്പര്യമല്ല. അപ്പം എന്താ, ഈ പള്ളിമേടയിലേക്ക് വരാത്ത, ചർച്ചിലേക്ക് കുർബാനയ്ക്ക് വരാത്ത, പങ്കെടുക്കാത്ത അന്നത്തെ ക്രൈസ്തവ യുവാക്കളെ പറ്റി പഠനം നടത്തിയപ്പോൾ അവരൊക്കെ സഭ്യേതരമായ, അശുഭകരമായ ഏതൊക്കെയോ തിന്മകളിൽ ഏർപ്പെട്ടിരുന്നു. ഒന്നിരിക്കൽ നല്ല മദ്യപാനം, അല്ലെങ്കിൽ നല്ല ലഹരിയുടെ അടിമകൾ, അല്ലെങ്കിൽ നല്ല അശ്ലീല സംസ്കാരത്തിൻ്റെ വക്താക്കൾ, അല്ലെങ്കിൽ കണ്ണിൽ കണ്ട പെണ്ണിൻ്റെ കൂടെ ജീവിക്കാൻ മോഹിക്കുന്ന ആളുകൾ. അവർക്ക് പിന്നെ മതം പ്രശ്നമാണല്ലോ, മതം അവർ സൈഡാക്കി. അപ്പോൾ ഇവരൊന്നും ചർച്ചിൽ വരാതെയായി. അങ്ങനെ പിന്നെ അടുത്ത ജനറേഷൻ വന്നു, വീണ്ടും അടുത്ത ജനറേഷൻ വന്നു, പിന്നെ ചർച്ചിൽ ആളില്ലാതെയായി. പിന്നെ മൂന്നാമത്തെ ജനറേഷൻ അവിടെ രൂപപ്പെട്ടപ്പോൾ അവരെല്ലാവരും സംയുക്ത ആഭിമുഖ്യത്തിൽ കൂടി തീരുമാനിച്ചു, നമ്മളെ ചർച്ച് ഞായറാഴ്ച പോലും കാലിയായി ശൂന്യമായിട്ട് കിടക്കുകയാണ്. എന്തിനാണ് ഒരു വലിയ മെട്രോ നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് 5000 സ്ക്വയർ ഫീറ്റും 10000 സ്ക്വയർ ഫീറ്റൊക്കെ വിശാല വിസ്തൃതിയുള്ള ഒരു സ്പേസ് നമ്മൾ ദേവാലയം എന്ന് പറഞ്ഞ് ഒഴിച്ചിടുന്നത് എന്തിനാണ്? നമുക്കത് റെൻ്റ് ഔട്ട് ചെയ്തൂടെ? അല്ലെങ്കിൽ ഒരു കൊമേഴ്ഷ്യൽ പർപ്പസിന് യൂസ് ചെയ്തൂടെ? അതിൽ നിന്ന് നമുക്ക് ഇൻകം ജനറേറ്റ് ചെയ്തൂടെ? അത് 2/3 ഭൂരിപക്ഷത്തിൽ സംയുക്ത ആഭിമുഖ്യത്തിൽ പാസ്സാവാണ്. അങ്ങനെ അടുത്ത ആഴ്ച പ്രസിദ്ധീകരിക്കപ്പെടുന്ന ഇംഗ്ലീഷ് പത്രത്തിൽ പരസ്യം വന്നു, ദേവാലയം വിൽപ്പനയ്ക്ക്. അത് വാങ്ങി കുറച്ച് ആൾക്കാർ. അത് കൊമേഴ്ഷ്യൽ പ്ലോട്ടായി, അത് സിനിമ തിയേറ്ററായി, അത് ഓഡിറ്റോറിയമായി, അത് വയർ ഹൗസുകളായി. അവിടെ നിന്ന് തുടങ്ങിയതാണ് മതത്തിൽ നിന്നുള്ള തെറിച്ചുപോക്ക്. പിന്നെ കേരളത്തിലേക്ക് എടുക്കുകയാണെങ്കിൽ ഓരോ മതങ്ങൾക്കും ഓരോ ആചാരമുണ്ട്. പണ്ട് അക്കിത്തം നമ്പൂതിരിപ്പാട് പറഞ്ഞു, ഞങ്ങൾ നമ്പൂതിരി വിഭാഗങ്ങൾക്ക് ഊശിക്കുടമ നിർബന്ധമാണ്, മീശ വളർത്താനും പാടില്ല. അപ്പം മീശ നിഷിദ്ധം, ഊശിക്കുടമ നിർബന്ധം. അങ്ങനെയായിരുന്നു. പിന്നെ ഞങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട കുലത്തൊഴിലുകളൊക്കെ പഠിച്ച് ഒഴിവാക്കി ചില ആളുകൾ വലിയ ഫാക്ടറികളിലേക്ക്, വ്യവസായശാലകളിലേക്കൊക്കെ ജോലിക്ക് പോയി അവർ തൊഴിലെല്ലാം കഴിഞ്ഞ് അവർ വീട്ടിലേക്ക് തിരിച്ചു വന്നപ്പോൾ അവരുടെ ഊശിക്കുടമ കാണുന്നില്ല. അതിന് പകരം അവർ മീശ വളർത്തിയിട്ടുണ്ട്. വേദങ്ങൾ ജപിക്കുന്ന വായ കൊണ്ട് അവർ ഓക്കാനമുണ്ടാക്കുന്ന മീനും മത്സ്യവും മാംസവും ഒക്കെ കഴിച്ചിട്ടുണ്ട്. അദ്ദേഹം ഇടിഞ്ഞു പൊളിഞ്ഞ ലോകം എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ കവിതയിൽ അത് കൃത്യമായി പാടി പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞത്? ഊശിക്കുടമ മുറിച്ചു വളർത്തിമേൽ മീശയും പൂണുനൂലൂരിക്കളഞ്ഞവൻ. ഫാക്ടറിയിൽ തൊഴിലിന് പോയ ഒരു നമ്പൂതിരി യുവാവിൻ്റെ പരിവർത്തനമാണ്, മാറ്റമാണ്. ഊശിക്കുടമ മുറിച്ചു വളർത്തിമേൽ മീശയും പൂണുനൂലൂരിക്കളഞ്ഞവൻ. ഓത്തുവായി കൊണ്ടോ ജപിക്കേണ്ടി വന്നുമേ, ഒക്കാനമേകുന്ന മീനും ഇറച്ചിയും. ഒത്തുവായി കൊണ്ടു കഴിക്കേണ്ടി വന്നുമേ, ഒക്കാനമേകുന്ന മീനും ഇറച്ചിയും. വേദങ്ങൾ ഓതുന്ന നാവുകൊണ്ട്, വായ കൊണ്ട് ഓക്കാനമുണ്ടാക്കുന്ന മാംസവും മത്സ്യവും ഒക്കെ അവൻ ഭക്ഷിച്ചു. അപ്പം അവനും അപജയം ഉണ്ടായി എന്നാണ് അവിടെ പറയുന്നത്. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്, എന്ത് ഇന്നത്തെ സോഷ്യൽ മീഡിയ അഡിക്ഷനിലൂടെ എൻ്റെ എല്ലാ ലോകവും സോഷ്യൽ മീഡിയയാണ്, എൻ്റെ ലൈഫ് സ്ക്രീൻ ലൈഫാണ് എന്ന് തെറ്റിദ്ധരിച്ചു പോയ നമ്മുടെ തലമുറയിൽപ്പെട്ട മക്കളെ നമ്മളെ വരുതിയിൽ, നമ്മളെ ധാർമ്മിക അടിത്തറയിൽ പിടിച്ചു നിർത്തിയിട്ടില്ലെങ്കിൽ ഒരു 5 കൊല്ലോ 10 കൊല്ലോ ഒക്കെ കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ആലോചിച്ച് നോക്കി, മദ്രസ വിൽപ്പനക്ക് അല്ലെങ്കിൽ പള്ളി വാടകക്ക് എന്നൊക്കെ പറയുന്ന രംഗത്തെ പറ്റി നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. ഈ മതപരമായ അപജയമാണ് എല്ലാ തലമുറയിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതെന്തുണ്ടാക്കുക? പിതാവിനെ ഒറ്റപ്പെടുത്തും, മാതാവിനെ ഒറ്റപ്പെടുത്തും. കുട്ടിയൊക്കെ വേറെ ഒന്നും വേണ്ടിയിട്ടില്ല. ഇപ്പം ഇന്ന് തന്നെ നമ്മളെ കുട്ടികൾ വിചാരിക്കുകയാണ്, എൻ്റെ ഒരു ഫോണ് അതൊരു ഇൻസ്ട്രുമെൻ്റാണ്, അതൊരു ടൂളാണ്, അതുണ്ടെങ്കിൽ പിന്നെ എനിക്ക് ആരും ആവശ്യമില്ല എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞിട്ടില്ലെങ്കിലും സ്വന്തം മനസാക്ഷിയോട് മനോഗതം ചെയ്ത് ജീവിക്കുന്ന ഒരു തലമുറ നമുക്കിടയിൽ വളർന്നു വരികയാണ്. സപ്പോസ് നമ്മൾ ആലോചിച്ച് നോക്ക്, ഇപ്പോൾ ഫുഡ്, ഒരു കുട്ടിക്ക് ഭക്ഷണം വേണമെങ്കിൽ പണ്ട് ഉമ്മാൻ്റെ അടുത്ത് പോയി പറയണമായിരുന്നു, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പോയി പറയണമായിരുന്നു. ഇന്ന് സ്വന്തം മൊബൈൽ ഫോണിൻ്റെ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡോർ സ്റ്റെപ്പിൽ സ്വിഗ്ഗിയുടെ ബോയ് എത്തുകയാണ്, അല്ലെങ്കിൽ ഡെലിവറി ബോയ് എത്തുകയാണ്.
KFC കിട്ടുകയാണ്, ബ്രോസ്റ്റ് കിട്ടുകയാണ്, അൽഫാം കിട്ടുകയാണ്, എല്ലാം കിട്ടുകയാണ്. കുട്ടിക്ക് കോൺഫിഡൻ്റ് ആയി. എല്ലാം സാർവത്രികമായി നടക്കുന്നൊരു കാലമാണ്. ഏണിങ്സ് ഫോണിൻ്റെ അകത്താണ്. ഗൂഗിൾ പേ, GPay ആകട്ടെ, മറ്റു കാര്യങ്ങളാകട്ടെ, ക്യാഷ് ട്രാൻസാക്ഷൻ അതിൻ്റെ അകത്താണ്. ജോലി ചെയ്യുന്നത് അതിൻ്റെ അകത്താണ്. എന്ന് പറഞ്ഞാൽ ഒരു ഫോൺ ഉണ്ടെങ്കിൽ ഒരാൾക്ക് ഇന്നത്തെ ലോകത്ത് പിടിച്ചു നിൽക്കാനും കഴിയല്ലോ. അപ്പം എല്ലാം അതിലായി കഴിഞ്ഞാൽ പിന്നെ സൈഡാകുന്നത് തീരമാണ്. തീരം എന്ന് പറയുന്നത് കുടുംബമാണ്. അപ്പം നമ്മളെ കുട്ടികൾക്ക് തീരം നഷ്ടപ്പെട്ട് അവർ തിരമാലയിൽ ഇങ്ങനെ മുങ്ങിത്താന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. തീരം കുട്ടികൾക്ക് നഷ്ടപ്പെട്ടാലേ അത് വലിയ അപകടമാണ്. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത് വഖദാ റബ്ബുക അല്ലാ തഅബുദൂ ഇല്ലാ ഇയ്യാഹ്. ഉടയ തമ്പുരാനാകുന്ന റബ്ബ് തആല അവനെ മാത്രം ആരാധിക്കാൻ നിങ്ങളോട് കൽപ്പിക്കുകയാണ്. വബിൽ വാലിദൈനി ഇഹ്സാനാ. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ മാതാപിതാക്കളോട് ഗുണം ചെയ്യലാണ്. മാതാപിതാക്കളോട് ഗുണം ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് മനുഷ്യൻ്റെ വലിയൊരു കടമയും കർത്തവ്യവുമാണ്. ഉമ്മക്കും ഉപ്പക്കും അച്ഛനമ്മമാർക്കും ഒക്കെ പിന്നെ നമ്മളല്ലാതെ ആരാളുള്ളത്? പണ്ട് കൽപ്പറ്റ നാരായണ മാഷ് പറയുന്നുണ്ട്, ഒടുവിൽ അമ്മ എന്നെ പെറ്റു തീർന്നു. അമ്മ എപ്പോഴാണ് ഒരു കുട്ടിയെ പ്രസവിച്ചു തീരുന്നത്? അമ്മ മരിക്കുമ്പോഴാണ്. അമ്മ മരിക്കുന്നത് വരെ അമ്മയുടെ പേറ്റുനോവിൻ്റെ നൊമ്പരം അമ്മ ഇങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ്. കുട്ടി എത്ര വലുതായാലും നമ്മൾ പറയാറുണ്ട്, 500 വയസ്സുള്ള ഒരു അപ്പൂപ്പനും കുഞ്ഞാണ്. കാരണം അവർക്കും അമ്മയുണ്ട്. 500 വയസ്സുള്ള ഒരാളാണെങ്കിലും അയാളൊരു കുട്ടിയാണ്. കാരണം അയാളൊരു അമ്മയുടെ പുത്രനാണല്ലോ. അപ്പോൾ ഉമ്മാൻ്റെ അടുത്ത് പോകുമ്പോൾ നമ്മൾ സ്വയം കൊച്ചാകുന്നു, ചെറിയ കുട്ടിയാകുന്നു. നമുക്ക് മക്കളുണ്ടാവാം, നമുക്ക് പേരമക്കളുണ്ടാവാം, എന്നാലും നമ്മുടെ മാതാവിൻ്റെ മുമ്പിൽ നമ്മളൊരു കുട്ടിയാണ്. അപ്പോൾ ആ ഉമ്മ എന്ന് പറയുന്നൊരു വികാരത്തിൻ്റെ പുറത്തായിരുന്നു നമ്മളൊക്കെ ജീവിച്ചിരുന്നത്. ഇവിടെയൊക്കെ ഇഷ്ടം പോലെ പ്രവാസികളുടെ നാടാണല്ലോ. പഴയ കാലത്ത് സിലോണിലേക്ക്, മലേഷ്യയിലേക്ക്, പേർഷ്യയിലേക്ക് ഒക്കെയായിരുന്നു നമ്മളുടെ പ്രവാസം, പച്ചപ്പ് തേടിയിട്ടുള്ള യാത്ര. ഇന്ന് അത് നമ്മൾ ദുബായിലേക്കും മറ്റ് GCC രാജ്യങ്ങളിലേക്കും ഒക്കെ പറിച്ച് നട്ടിരിക്കുകയാണ്. പ്രവാസത്തിന് ഇപ്പോഴും കുറവൊന്നുമില്ല. അപ്പോൾ ആ പ്രവാസ ലോക ജീവിതം നമ്മൾ എത്ര നാട്ടിലേക്ക് വീഡിയോ കോൺഫറൻസ് നടത്തുകയാണെങ്കിലും അതൊരു നൊമ്പരമാണ്, അതൊരു പരിത്യാഗമാണ്. ഉമ്മയെ പള്ളിയിലെ ഉസ്താദ് വന്ന് വീട്ടിൽ കയറി പ്രവാസി എയർപോർട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അവൻ്റെ ലഗേജും അവൻ്റെ സൂട്ട് കേസും എല്ലാം എടുത്ത് പുറത്തിറങ്ങാൻ നിൽക്കുന്നതിൻ്റെ തൊട്ട് മുൻപ് നടത്തുന്നൊരു പ്രാർത്ഥനയുണ്ട്. ഉസ്താദ് ദുആ ചെയ്ത് അവൻ എല്ലാവരോടും സലാമാക്കിയിട്ട് ഇങ്ങനെ ഇറങ്ങി പോരുമ്പോൾ ഭാര്യനെ കണ്ടു, മക്കളെ കണ്ടു, അവർക്കൊക്കെ ഷെയ്ക്കാൻഡ് കൊടുത്തു. അവർ ഹഗ് ചെയ്ത് അവസാനം ഒടുക്കത്തെ അവകാശിയെ പോലെ സിറ്റൗട്ടിലെ സ്റ്റൂളിൽ ഉമ്മ ഇരിക്കുന്നുണ്ട്. ഉമ്മാനെ കെട്ടിപ്പിടിച്ച് ആ പ്രവാസിയായ യുവാവ് ഇറങ്ങാൻ നേരത്ത് നിയന്ത്രണം വിട്ട് കരയാണ്. അവൻ്റെ കണ്ണീരിൽ ഒരുപാട് അർത്ഥങ്ങളുണ്ട്. പഠിച്ചോനെ, എൻ്റെ അർബാബ്, എൻ്റെ കഫീൽ ഇനി 2 കൊല്ലം കഴിഞ്ഞിട്ടായിരിക്കും എനിക്ക് ലീവ് തരിക. അങ്ങനെ 2 കൊല്ലം കഴിഞ്ഞ് ഞാൻ തിരിച്ചു വരുമ്പോൾ പ്രായാധിക്യം കൊണ്ട് ഇപ്പം തന്നെ അവശത പേറിക്കൊണ്ടിരിക്കുന്ന എൻ്റെ ഉമ്മാനെ ഇതേ ബോധത്തോടെ എനിക്ക് ഹഗ് ചെയ്യാൻ കഴിയോ? അതല്ല 2 കൊല്ലം കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് വരുമ്പോൾ കുഞ്ഞോളെ ആരാണ് വരുന്നത് എന്ന് അൽഷിമേഴ്സ് ബാധിച്ചു പോയ എൻ്റെ ഉമ്മ എന്നെപ്പറ്റി തിരക്കുമോ എന്നുള്ള സങ്കടം. അതല്ല, എൻ്റെ ഉമ്മ ജീവനോടെ ഈ ദുനിയാവിൽ ഉണ്ടാവോ എന്നുള്ള സങ്കടം. അപ്പൊ പ്രവാസി തന്നെ പേറ്റുനോവ് പോലെ ചേർത്ത് പിടിച്ച മാതാവിനെ അവസാനമായിട്ട് യാത്ര പറഞ്ഞിട്ട് വണ്ടിയിലേക്ക് ഇറങ്ങുമ്പോൾ അവൻ്റെ കണ്ണീരിന് ചൂടുണ്ട്. ആ ചൂടുള്ള കണ്ണീരിന് ഒരുപാട് അർത്ഥമുണ്ട്. ആ അർത്ഥത്തിന് ഒരുപാട് ഗ്രാവിറ്റി ഉണ്ട്. കാരണം അവനിങ്ങനെ അനുഭവിക്കുകയാണല്ലോ. ഇപ്പൊ ദാമ്പത്യത്തെ പറ്റി നമ്മൾ ആലോചിച്ച് നോക്ക്. 2 പേര്, ഒരാണ് ഒരു പെണ്ണ് ഒരുമിച്ച് ഇങ്ങനെ ജീവിക്കുകയാണ്. പക്ഷെ ആ ജീവിതത്തിൻ്റെ ഇടയിൽ 2 ആളും എന്നും ഒരുപോലെ ജീവിക്കോ? ആരോ ഒരാൾ നേരത്തെ ഇറങ്ങിപ്പോകൂലേ? അത് എപ്പോഴാണെന്നുള്ളതിലല്ലേ തർക്കമുള്ളൂ. നമ്മൾ ആ ദാമ്പത്യത്തിൻ്റെ ഗരിമ നമ്മളിലേക്കൊക്കെ ഹൃദ്യമായി കിട്ടണമെങ്കിൽ ഇടക്കിടക്ക് ഇതിനെങ്ങനെ ആലോചിക്കണം. ഈ ദുനിയാവ് എന്നുള്ള അരക്ഷിതാവസ്ഥയുടെ ലോകത്തെപ്പറ്റി നമ്മൾ ചിന്തിക്കണം. ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹ വിട പറഞ്ഞപ്പോൾ ഫാത്തിമ ബീവിയുടെ ജനാസ ഭർത്താവാകുന്ന അലി റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിൽ മദീനത്തെ പറമ്പാകുന്ന ജന്നത്തുൽ ബഖീന്റെ 6 അടി മണ്ണിലേക്ക് താഴ്ത്തിവെച്ചു.
ഫാത്തിമ ബീവിയുടെ ഭൗതിക ശരീരം മറവ് ചെയ്തിരിക്കുന്ന ശ്മശാന മൂകതയുള്ള ജന്നത്തുൽ ബഖീന്റെ പള്ളിക്കാട്ടിൽ ആ കുഴിമാടത്തിന്റെ വക്കത്ത് എല്ലാ കർമ്മങ്ങളും തീർന്നപ്പോ, എല്ലാവരും പിരിഞ്ഞു പോയപ്പോ, ഭർത്താവായ അലിയാരി തങ്ങൾ ഫാത്തിമ ബീവിയുടെ ഖബറിന്റെ പരിസരത്ത് ഇങ്ങനെ മുട്ടുകുത്തി ഇരിക്കുകയാണ്. എന്നിട്ട് ഖബറിനോട് സ്വകാര്യം പറയാൻ, ഖബറേ, നിന്റെ മടിത്തട്ടിൽ ഞാൻ കൊണ്ടുവന്നു വെച്ചത് എൻ്റെ ഫാത്തിമാനെയാണ്. ഇന്നലെ രാത്രി വരെ എൻ്റെ ഫാത്തിമ കെട്ടിപ്പിടിച്ച് കിടന്നത് എന്നെയായിരുന്നു ഖബറേ. ഇന്നു മുതൽ എൻ്റെ ഫാത്തിമ കെട്ടിപ്പുണർന്ന് കിടക്കുന്നത് നിന്നെയാണ് ഖബറേ. അതുകൊണ്ട് ഒറ്റ കാര്യമുണ്ട് നിന്നോട് പറയാൻ, ഈ അലിക്ക് എൻ്റെ ഫാത്തിമാനെ ഇന്നുവരെ ഞാൻ വിഷമിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് നീയും ഇലാ യൗമിൽ ഖിയാമ എൻ്റെ ഫാത്തിമാനെ വിഷമിപ്പിക്കരുതേ, നോവിക്കരുതേ ഖബറേ എന്ന് പറഞ്ഞ് ജന്നത്തുൽ ബഖീന്റെ ശാന്തമായ മൈതാനപ്പരപ്പിൽ നിന്ന് ഇറങ്ങി വരുന്നൊരു ഭർത്താവ് സയ്യിദുന അലിയുൻ കറമല്ലാഹു വജ്ഹ. ദാമ്പത്യത്തിന് എപ്പോഴാ മധുരമുള്ളത്? മിനിയാന്നത്തെ പത്രം എടുത്ത് നോക്കിയപ്പോൾ മലയാളക്കരയുടെ അഭ്രപാളികളിൽ ഒരുപാട് കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകി മലയാളിയെ ഒരുപാട് മേഖലയിലേക്ക് കൊണ്ടുപോയി എന്ന് പത്രമാധ്യമങ്ങൾ വാചാലമായിട്ട് എഴുതിപ്പിടിപ്പിച്ച മലയാളക്കരയിൽ നിന്ന് വിട പറഞ്ഞു പോയ നടൻ ശ്രീനിവാസൻ. അദ്ദേഹം വെള്ളിത്തിരയിൽ ഒരുപാട് വേഷപ്രച്ഛന്നതകൾക്ക് സാക്ഷിയായിട്ടുണ്ട്. ശരിയാണ്, ശ്രീനിവാസൻ ഇറങ്ങിപ്പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയായ അധ്യാപിക അദ്ദേഹത്തിൻ്റെ മുഖത്ത് അവസാന ചുംബനം കൊടുക്കുന്നത് പത്രദ്വാര ഒരു ചിത്രം പ്രത്യക്ഷപ്പെട്ടിരുന്നു. ചിതയിലേക്ക് തൻ്റെ പ്രിയതമനെ എടുക്കുന്നതിൻ്റെ തൊട്ട് മുൻപ് ഒടുക്കത്തെ ഒരു മുത്തം, എന്നിട്ടതിൻ്റെ താഴെ ഒരു വിശദീകരണം. ഈ മുത്തത്തിന് ഒരുപാട് അർത്ഥമുണ്ട്. എന്താണത്? ഇനി എൻ്റെ ഭർത്താവിൻ്റെ ഈ ശരീരം ഞാൻ കാണില്ല. എത്ര ദശാബ്ദങ്ങളിൽ എന്നെ രൂപപ്പെടുത്തിയ മനുഷ്യനാണിത്. അപ്പം ഞാനിങ്ങനെ ആലോചിച്ചത് ഓരോ ദാമ്പത്യവും ഇങ്ങനെയാണല്ലോ എന്നുള്ളതിനെ പറ്റിയാണ്. ഓരോ ദാമ്പത്യം ആരോ ഒരാൾ ആദ്യം ഇറങ്ങിപ്പോവാൻ, അതാരും ആവാം. ഈ ലോകത്തിൻ്റെ നിയതമായ തീരുമാനം തന്നെ അങ്ങനെയാണ്. രണ്ടാൾ ഒന്നിച്ച് എന്നല്ല, കൂടിയല്ല ജനിക്കുന്ന നേരത്തും കൂടിയല്ല മരിക്കുന്ന നേരത്തും, മധ്യേ ഇങ്ങനെ കാണുന്ന നേരത്ത് മത്സരിക്കുന്നത് എന്തിനു നാം വൃഥ? കവി ചോദിക്കുകയാണ്. നമ്മൾ ജനിച്ചത് ഒരു സമയത്തല്ല, നമ്മൾ മരിക്കുന്നതും ഒരു സമയത്തായിക്കൊള്ളണമെന്നില്ല. മധ്യേ അതിൻ്റെ ഇടയിലുള്ള ഈ ഇന്റർവെല്ലിൽ നമ്മളിങ്ങനെ കുറച്ചു നേരം കാണുകയാണ്. ആ കാണുന്ന നമ്മളാണ് തമ്മിൽ തല്ലുന്നത്. ആ കാണുന്ന നമ്മളാണ് ഫ്ലെക്സ് യുദ്ധങ്ങൾ നടത്തുന്നത്. ആ കാണുന്ന നമ്മളാണ് വാട്സപ്പിൽ ഗീർവാണം നടത്തുന്നത്. അല്ലേ? നമ്മളൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്ക്. പണ്ട് നാരായണ ഗുരു മനുഷ്യനോട് പറഞ്ഞിട്ടുണ്ട്, നീ ആരാണ് എന്ന് നിന്നെപ്പറ്റി നീ ആലോചിച്ചിട്ടുണ്ടോ? തൊലി, എലുമ്പ്, മലം. നീ ആരാ? ഒരു മൂത്രസഞ്ചിയും ഒരു മലസഞ്ചിയും, ഒരു മലാശയ കിറ്റും ഒരു മൂത്രാശയ കിറ്റും. ഈ രണ്ട് കിറ്റുകൾ അത് പുറത്തല്ല, ബോഡിയുടെ അകത്ത് വഹിച്ച് നടക്കുന്ന ഒരു രൂപമല്ലേ, ഒരു അസ്ഥി പഞ്ചരമല്ലേ മനുഷ്യ നീ? നിനക്ക് എങ്ങനെ വേറൊരാൾക്ക് പാരവെക്കാൻ കഴിയും? നമ്മളെ പറ്റി ചിന്തിച്ചു നോക്കുക, അല്ലേ? ഒരൊറ്റ ശ്വാസത്തിന്റെ അകമ്പടി മുകളിലേക്ക് ഇട്ടത് തിരിച്ചിങ്ങോട്ട് തരാൻ അള്ളാഹു പെർമിഷൻ തന്നിട്ടില്ലെങ്കിൽ നമ്മളെ പേര് മയ്യിത്ത. ബാപ്പയും ഉമ്മയിട്ട പേര് മാറി. പിന്നെ ഈ ഇടവഴിയിലൂടെ ജീപ്പിന്റെ കാരിയറിന്റെ മുകളിൽ കാഹളം കെട്ടിയിട്ട് അനൗൺസ്മെന്റ് പോവാൻ, നാട്ടുകാരെ ഒരു മരണവാർത്ത. പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ഇന്നാലില്ലാഹി എന്ന അനൗൺസ്മെന്റ് ഒഴുകി പരക്കാൻ കേട്ടവർ ചോദിക്കുകയാണ്, ആരാ മരിച്ചത്? അപ്പൊ പറഞ്ഞു 30-കാരനാണ്, 40-കാരിയാണ്. നമ്മൾ കൺവിൻസ്ഡ് ആവാൻ 30-കാരൻ മരിച്ചോ എന്ന് ആശ്ചര്യത്തോടെ ചോദ്യം പോലും നമുക്കില്ല. അതെ, എന്നാ നമ്മൾ ഇന്നാലില്ല പറയാൻ. എത്ര പെട്ടെന്നാ മനുഷ്യത അംഗീകരിക്കുന്നത്, അല്ലേ? എത്ര പെട്ടെന്നാ നമ്മൾ ഈ മരണത്തെ അംഗീകരിക്കുന്നത്. അപ്പൊ അതിൻ്റെ ഈ നീർപ്പോള പോലെയുള്ള, അതാണ് ഗുരു പറഞ്ഞത്, തൊലിയലുമ്പ് മലം മന്ദക്കലകളേന്തു മഹന്ത കാൺക പൊലിയും ഇത്.
തൊലിയും എലുമ്പും മലവും ഇതൊക്കെ വഹിച്ചുകൊണ്ടിരിക്കുന്ന അന്ധകലകളേന്തു മഹന്ത, ഉള്ളിലെ ഒരുപാട് അഹന്തയുടെ തീനാളമായിട്ട് നടക്കുന്ന മനുഷ്യ, നീ അറിയുന്നുണ്ടോ? പൊലിയും ഇതൊക്കെ പൊലിഞ്ഞു പോകും, ഇതൊക്കെ അസ്തമിക്കും, ഇതൊക്കെ അസ്ഥാനത്താകും. നമ്മൾ ഇവിടെ നിന്ന് വിട പറയും എന്നർത്ഥം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അള്ളാഹു കൊടുക്കുന്ന കൈകൾക്കൊക്കെ ഐശ്വര്യം നൽകി അനുഗ്രഹിക്കട്ടെ. ഈ കൈകളെ അള്ളാഹു ചോർന്നു പോവാത്ത കൈകളാക്കി മാറ്റട്ടെ. ലാഭങ്ങൾ, ബർക്കത്തുകൾ വിരുന്നു വരുന്ന കൈകളാക്കി അള്ളാഹു ഈ ഒരൊറ്റ കൊടുതി കൊണ്ട് നമ്മളെ കൈകളെ പരിവർത്തിപ്പിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പം എല്ലാവരും നന്നായി സംഭാവന ചെയ്യുക. ആ സംഭാവന ചെയ്യുമ്പോൾ നല്ല നീയത്ത്, നമ്മുടെ മനസ്സാക്ഷി പഠിച്ചവനോട് ഇങ്ങനെ പറയണത് നല്ലൊരു മജ്ലിസാണ്. അന്തരീക്ഷത്തിൽ സ്നേഹത്തെ പറയുന്ന സദസ്സിൽ പരിശുദ്ധ റബ്ബിൻ്റെ കാരുണ്യത്തിൻ്റെ ഹഫലത്തിൻ്റെ മലായിക്കത്ത് മാലാകമാർ നമുക്ക് വേണ്ടി പാപമോചനത്തിന് വേണ്ടി അപേക്ഷിക്കും, തേടും. അവർ തേടിയ കാര്യം നീ സ്വീകരിക്കണേ റബ്ബേ എന്ന് നമുക്ക് വേണ്ടി അവർ ശുപാർശകരായി പഠിച്ചവനോട് പറയും. അപ്പൊ ജീവിതത്തിന് അർത്ഥങ്ങൾ വേണം. അനർത്ഥങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ലോകത്താണ് നമ്മളൊക്കെ ഇന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓരോ കാര്യങ്ങളിലും അത് പ്രകൃതിയിലെ എല്ലാ വസ്തുക്കളും ചെയ്യുന്നുണ്ടല്ലോ. ഇപ്പം അടുത്ത് തമിഴ്നാട്ടിൽ ഒരു വാർത്ത പ്രസിദ്ധീകരിക്കപ്പെട്ടു. അവിടെ പ്രായാധിക്യം ചെന്ന മാതാപിതാക്കളെ മക്കളാകുന്ന ബന്ധുക്കള്, സ്വന്തക്കാര് തലേക്കുത്തൽ ചടങ്ങ് നടത്തിയിട്ട് കൊല്ലുക. എന്താ ഈ തലേക്കുത്തൽ ചടങ്ങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഗൂഗിളൊക്കെ ചെയ്ത് നോക്കിയാൽ വളരെ കൃത്യമായിട്ട് കിട്ടും. അതുമായി ബന്ധപ്പെട്ട് ദി പേഴ്സൺ ഈസ് ഗിവൺ ആൻ എക്സ്റ്റെൻസീവ് ഓയിൽ ബാത്ത് ഏർലി ഇൻ ദി മോർണിംഗ് ആൻഡ് എ ഗ്ലാസ് ഓഫ് ടെൻഡർ കോക്കനട്ട് വാട്ടർ വിത്ത് ആൻഡ് വിച്ച് റിസൾട്ട് ഇൻ ദി കിഡ്നി ഫെയിലിയർ. രാവിലെ തന്നെ പ്രായമായിട്ട് കിടക്കുന്ന അപ്പൻ, 85 വയസ്സൊക്കെ ഉണ്ടാവും, അപ്പൻ എണീക്കാൻ കഴിയൂല. അപ്പൻ ഇങ്ങനെ ബെഡ് റിഡണായി, ആള് സിക്കായി കിടന്നു, ഇനി ബെഡിൽ നിന്ന് എണീക്കൂല. ഏറ്റവും വേണ്ടപ്പെട്ട ഒരു മാതാവോ പിതാവോ ബെഡ് റിഡണായി അല്ലെങ്കിൽ ശയ്യ അവലംബിയായി എന്നാണല്ലോ നമ്മളതിൻ്റെ മലയാളം പറയാം. ശയ്യാവലംബിയായി എന്ന് പറഞ്ഞാൽ എന്താ? ഇനി ബാത്റൂമിലേക്ക് പോലും ഇയാളെ കൊണ്ടുപോകാൻ കഴിയൂല. അയാൾ ശയ്യയെ അഥവാ ബെഡിനെ അവലംബിച്ചു എന്നാണല്ലോ ശയ്യാവലംബി എന്ന വാക്കിന്റെ അർത്ഥം. അതാണ് വീട്ടുകാർക്ക് ഏറ്റവും വലിയ പരീക്ഷണ ഘട്ടം. കാരണം ഇനി ഒരു കൊച്ചുകുട്ടിയെ നോക്കുമ്പോലെ നോക്കണം. വെള്ളം വായിൽ കൊടുക്കണം, ദ്രവരൂപത്തിലുള്ള പദാർത്ഥങ്ങൾ കൊടുക്കണം, മലവും മൂത്രവും അവിടെ തന്നെ വിസർജിക്കുന്നതാണ്. അതിനെ ശുദ്ധിയാക്കണം, വൃത്തിയാക്കണം. അതിന് നല്ല ക്ഷമ വേണം. നല്ല ക്ഷമ എന്ന് പറഞ്ഞാൽ ആരാണ് എൻ്റെ മാതാവ്, ആരാണ് എൻ്റെ പിതാവ് എന്ന ദൈവികമായ വെളിപാടിൻ്റെ പുറത്തുള്ള പടച്ചോനെ പേടിച്ചിട്ടുള്ള ബോധം തന്നെ വേണം എന്നാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് ബർറു ആബാഅക്കും. നമ്മളെ മക്കളൊക്കെ നമ്മളെ സ്നേഹിക്കാൻ നമ്മൾ എടുക്കേണ്ട പണി എന്താ? വിധങ്ങൾ പറഞ്ഞാൽ എന്താ അറിയോ? നിങ്ങളെ മക്കൾ നിങ്ങളെ സ്നേഹിക്കണമെങ്കിൽ നിങ്ങളെ മക്കളോട് നിങ്ങൾ അമിതമായി സ്നേഹം കൊടുക്കല്ല വേണ്ടത്. പിന്നെ നിങ്ങളുടെ ഹയാത്തിലുള്ള ഉമ്മാനി ഉപ്പാനിയും സ്നേഹിക്കുക വേണ്ടത്. അപ്പോൾ തബുറുക്കും അബനാവുക്കും, നിങ്ങളുടെ ഉമ്മയും ഉപ്പയും നിങ്ങളെ സ്നേഹിക്കുന്നതാണ്, നിങ്ങളുടെ മക്കൾ നിങ്ങളെ സ്നേഹിക്കുന്നതാണ്. ബർറു ആബാഅക്കും, യുവതി യുവാക്കളെ നിങ്ങളുടെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കളെ അവരുടെ വയസ്സാം കാലത്ത് നിങ്ങൾ ചേർത്ത് പിടിച്ച് സ്നേഹിക്കുക. തബുറുക്കും അബ്നാഉക്കും, അപ്പൊ നിങ്ങളുടെ മക്കൾ നിങ്ങളെയും സ്നേഹിക്കുന്നതാണ്. ഇത് പ്രകൃതിപരമായ ഒരു ദൗത്യമാണ്, പ്രകൃതിപരമായ ദൗത്യം. ഇതിനാണ് പോയറ്റിക് ജസ്റ്റിസ് എന്ന് പറയുന്നത്. കാലത്തിന്റെ കാവ്യനീതി എന്നൊക്കെ നമ്മൾ പറയൂലേ. എന്താ കാവ്യനീതി എന്ന് പറഞ്ഞാൽ, നമ്മൾ എന്തെങ്കിലും ഇവിടെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പാപത്തിന്റെ ശമ്പളം മരണത്തിന്റെ മുമ്പ് തന്നെ വാങ്ങിയിട്ടേ ഒരാൾ ഇവിടെ നിന്നാണ്ട് പോവുള്ളൂ. മാതാപിതാക്കളെ ദ്രോഹിച്ചവന് വേറെ ഏതെങ്കിലും അർത്ഥത്തിലുള്ള ദ്രോഹം ഏറ്റുവാങ്ങാൻ, അല്ലെങ്കിൽ വേറെ ഒരാളെ ഇറസ്പെക്ട് ചെയ്തവൻ മറ്റൊരാളാൽ റെസ്പെക്ട് കിട്ടാതെ ബുദ്ധിമുട്ടേണ്ടി വരികയാണ്. ഇതിനാണ് പ്രകൃതിപരമായ കാവ്യനീതി എന്ന് നമ്മൾ പറയുന്നത്. ഇത് കാലം കാത്തുവച്ച ഒരു സാധനമാണ്. സാബിത്തുൽ ബുനാനി എന്ന് പറയുന്ന ഇസ്ലാം കണ്ട ഏറ്റവും വലിയ പണ്ഡിതൻ, അദ്ദേഹത്തിന്റെ നാട്ടിലൂടെ നടന്നു പോകുന്ന ഒരു രംഗം അദ്ദേഹം ചരിത്ര പുസ്തകത്തിൽ എഴുതി വച്ചിട്ടുണ്ട്. സാബിത്തുൽ ബുനാനി തങ്ങൾ പറയാണ്, ഞാൻ എൻ്റെ മഹല്ലിൽ എൻ്റെ നാട്ടിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ റഅയ്തു റജുലൻ യദ്രിബു അബാഹു, സ്വന്തം വാപ്പാനെ തല്ലുന്ന ഒരു മകനെ ഞാൻ കണ്ടു. മക്കള് വാപ്പാരടിക്കുവോ?
എന്നാൽ ഞാൻ കണ്ടത് അതാണ് എന്ന് മഹാനായ സാബിത്തുൽ ബുനാനി തങ്ങൾ കിതാബിൽ എഴുതി വച്ചിരിക്കുക. നല്ല ആരോഗ്യ ദൃഢഗാത്രനായ ഒരു ചെറുപ്പക്കാരൻ സ്വന്തം പിതാവിനെ തൻ്റെ കൈ കൊണ്ടിങ്ങനെ അടിക്കുന്ന രംഗമാണ് ഞാൻ കണ്ടത്. അപ്പം ഞാൻ ഈ പിതാവിനെ അടിക്കുന്ന മോനോട് ചോദിച്ചു, ലിമ തദ്രിബു അബാക്, എന്തിനാടാ സഹോദര നീ നിന്റെ വാപ്പാനെ അടിക്കുന്നത്? അപ്പൊ അടി വാങ്ങണ വാപ്പ എന്നോട് മറുപടി പറയാണ്, ഖല്ലൂഹു സബീലഹു, എൻ്റെ മകനല്ലേ എന്നെ അടിക്കണത്, തേർഡ് പാർട്ടി ആകുന്ന നിങ്ങൾ എന്തിനാ ഈ കാര്യത്തിൽ ഇടപെടാൻ വരുന്നത്? അത് ഞാനും മകനും തമ്മിൽ ആയിക്കോളാം. അതുകൊണ്ട് എന്നെ അടിക്കുന്ന എൻ്റെ മകനെ നിങ്ങൾ പിടിച്ചു വെക്കേണ്ട കാര്യമില്ല, ലെറ്റ് ഹിം ഫ്രീ, അവൻ അവൻ്റെ വഴിക്ക് വിട് എന്ന് അടി വാങ്ങണ വാപ്പ പറയാണ്. സാബിത്തുൽ ബുനാനി എന്ന് പറയുന്ന പണ്ഡിതൻ പറയാണ്, ഈ പിതാവിൻ്റെ മറുപടി എന്നെ വല്ലാണ്ട് അത്ഭുതപ്പെടുത്തി. കാരണം ഏതെങ്കിലും ഒരു പിതാവ് ഇങ്ങനെ പറയോ? അടി വാങ്ങണ ഒരു പിതാവ് മകനിൽ നിന്ന് തന്നെ രക്ഷപ്പെടുത്തിയ മൂന്നാം കക്ഷിയെ ശ്ലാഘിക്കല്ലേ ചെയ്യുക. അതിന് പകരം ഈ പിതാവ് പറയുന്ന കാര്യം എന്താണ്? അവൻ അവൻ്റെ ബൈക്ക് വിട്, അവൻ എന്നെ തച്ചോട്ടെ. ഈ സദസ്സെല്ലാം കഴിഞ്ഞ് സന്ധ്യാനേരത്ത് ഞാൻ ആ പിതാവിനെ അടി വാങ്ങിയ വാപ്പാൻ്റെ വീട്ടിൽ പോയിട്ട് അദ്ദേഹത്തെ കണ്ടിട്ട് അദ്ദേഹത്തോട് കാര്യങ്ങൾ തിരക്കി. നിങ്ങൾ എന്താ ഇങ്ങനെ പറയാൻ കാരണം? ഞാൻ നിങ്ങളെ രക്ഷിക്കാനല്ലേ വന്നത്, നിങ്ങളെ മകൻ്റെ കൈ ഞാനല്ലേ പിടിച്ചു വെച്ചത്, പിന്നെന്താ നിങ്ങൾ അങ്ങനെ പറയാൻ കാരണം? അപ്പൊ ഈ പിതാവ് പറഞ്ഞ മറുപടി എന്താ അറിയോ? അത് കാലം എനിക്ക് വരവ് വെച്ചതാണ്, അത് കിട്ടേണ്ടതാണ്, അത് വഴി തങ്ങാൻ പാടില്ല. അപ്പൊ ഇദ്ദേഹം പറഞ്ഞു, എനിക്ക് കാര്യം പിടികിട്ടിയില്ല, നിങ്ങളതൊന്ന് വിശദീകരിച്ച് തരണം. അപ്പൊ ഈ പിതാവ് പറഞ്ഞു കൊടുത്ത എന്താണ്? 10-25 വർഷങ്ങൾക്ക് മുമ്പ് ഇതേ വഴിയിൽ വെച്ച് ഇന്ന് ഖബറിൽ കിടക്കണ എൻ്റെ പ്രായം ചെന്ന വാപ്പാനെ ഞാൻ അടിച്ചത് ഈ സ്പോട്ടിൽ വെച്ചാണ്. ഇപ്പം എൻ്റെ അതേ മകന് അതേ വഴിയിൽ വെച്ച് എന്നെ അടിച്ചു. ഇപ്പം എൻ്റെ മകൻ്റെ അടി വാങ്ങിയപ്പോൾ നിങ്ങൾ തടുക്കാൻ വന്നപ്പോൾ ഞാൻ ആദ്യം ഓർത്തുപോയത്, പഠിച്ചോനെ ഇവിടെ വെച്ചാണല്ലോ ഞാൻ എൻ്റെ വാപ്പാനെ അടിച്ചിരുന്നത്. ഇപ്പം എൻ്റെ മകൻ ഇവിടെ അടിക്കാനുള്ള കാരണം കാലത്തിൻ്റെ കാവ്യനീതിയാണ്. അപ്പം ഞാൻ തടുക്കാൻ വന്ന നിങ്ങളോട് പറഞ്ഞത് ഖല്ലൂഹു ത്വരീഖഹു, അവൻ്റെ വഴിക്ക് വിട് എന്ന് പറയാൻ കാരണം, ഇപ്പം എൻ്റെ മോൻ്റെ അടുത്ത് നീ അടി ഞാൻ വാങ്ങിയിട്ടില്ലെങ്കിൽ എനിക്ക് നാളെ ഖബർ നീക്കാരം അതിൻ്റെ ബാക്കി കിട്ടുക, അതുകൊണ്ട് ഞാനത് ഇവിടുന്ന് തന്നെ വാങ്ങട്ടെ എന്ന് പിതാവ് മറുപടി പറഞ്ഞു എന്ന് മഹാനായ സാബിത്തുൽ ബുനാനി തങ്ങൾ തൻ്റെ ഗ്രന്ഥത്തിൽ എഴുതി വച്ചിരിക്കുകയാണ്. ഇത് പുതിയ തലമുറ അറിയണം. കാരണം അവർ വാട്സപ്പിലാണ്, അവർ ഫേസ്ബുക്കിലാണ്, അവർ പുതിയ കാലഘട്ടത്തിൻ്റെ തരംഗങ്ങൾക്ക് ഇടയിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അവരല്ലേ അതറിയേണ്ടത്. ഇപ്പോൾ ലഹരി ഫോർ എക്സാമ്പിൾ ഞാൻ പറയാ, ഇന്നത്തെ കാലത്ത് അത് എല്ലായിടത്തും സാർവത്രികമായി. അപ്പം എല്ലാവരും അത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് നോർമലായി എന്നുള്ളൊരു മിഥ്യാധാരണയാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത്. എല്ലാവരും അത് ചെയ്താൽ പിന്നെ നോർമലായി അല്ലേ? അതാണ് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ, അന്ത്യനാളിന്റെ അടയാളമായിട്ട് നിങ്ങൾ കാണുന്ന പ്രധാനപ്പെട്ട കാരണം എവിടെയും തിന്മ വ്യാപകമാകുന്നതാണ്. എവിടെ നോക്കിയാലും തിന്മ, എന്ത് തുറന്നു നോക്കിയാലും തിന്മ, മുറ്റത്തൊക്കെ ഇറങ്ങിയാൽ തിന്മ, നാട്ടിലേക്ക് ഇറങ്ങിയാൽ തിന്മ. ആളുകൾ തിന്മ കൊണ്ടിങ്ങനെ ബുദ്ധിമുട്ടുന്ന, അതുകൊണ്ടുള്ളൊരു സഫോക്കേഷനിൽ ജീവിക്കുന്ന ഒരു കാലഘട്ടം. അത് എന്തിൻ്റെ അടയാളാണ്? ഇനി വലിയൊരു കാലമൊന്നുമില്ല എന്നുള്ളതിൻ്റെ അടയാളമാണ് ഈ തിന്മകളെ നമ്മളൊക്കെ നിരന്തരം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നാണ് നബിതങ്ങൾ പറയുന്നത്. അപ്പോൾ കുടുംബ സംവിധാനങ്ങളെ ഭദ്രമായി നമ്മുടെ കൈക്കുടന്നയിൽ നമുക്ക് കൺട്രോൾ ചെയ്ത് നിർത്താൻ സാധ്യമാവുക എന്നുള്ളത്, അതാണ് സ്പിരിച്വൽ കപ്പാസിറ്റി. ഇന്നത്തെ പുതിയ തലമുറയിൽപ്പെട്ട കുട്ടികൾക്ക് മെൻ്റൽ എബിലിറ്റി കുറഞ്ഞുപോയി. ഒരുപാട് കാരണങ്ങൾ. ഇന്നത്തെ പത്രത്തിൽ ഒരു റിപ്പോർട്ട് വായിച്ചിട്ട് ഞാൻ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെട്ടു. എന്ന് പറഞ്ഞാൽ ലൈഫ് സ്റ്റൈല് വരെ മാറി നമ്മളെ, അല്ലേ? ഇന്ന് നോക്കൂ നിങ്ങൾ, ആരോഗ്യ സംരക്ഷണം ഒരു കുടുംബത്തിൻ്റെ അജണ്ടയല്ലാതായി മാറിയില്ലേ? ഇത് നമ്മളെ കുട്ടികളിൽ ഉണ്ടാക്കാൻ പോകുന്ന ദൂരവ്യാപകമായ പ്രതിസന്ധിയെപ്പറ്റി നമ്മളൊന്ന് ചിന്തിച്ചു നോക്ക്. ഏണിങ്സ് വേണം. നിഅമൽ മാലു സ്വാലിഹു ലിൽ മർഇ സ്വാലിഹ്. നല്ല മനുഷ്യന്റെ കയ്യിലുള്ള നല്ല സമ്പത്ത്, അതാണ് ലോകത്തെ ഏറ്റവും അമൂല്യമായ നിധി എന്നാണ്. അപ്പോൾ സമ്പത്ത് ആരുടെ കയ്യിലാണ് വേണ്ടത്? നല്ല ബോധമുള്ള മനുഷ്യന്മാരുടെ കയ്യിലാണ് വേണ്ടത്. ബോധമില്ലാത്ത ആളുകളുടെ കയ്യിൽ സാമ്പത്തികം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് വലിയ അപകടങ്ങളാണ്.
നിഅമൽ മാലു സ്വാലിഹ് ലിൽ മർഇ സ്വാലിഹ്. എന്നിട്ട് ഇത് പറഞ്ഞിട്ട് അള്ളാന്റെ റസൂല് പറഞ്ഞു, മഹാന്മാരായ പ്രവാചകന്മാരൊക്കെ അധ്വാനശീലരായിരുന്നു. അധ്വാനശീലർ. ഇന്നത്തെ സോഷ്യൽ മീഡിയ നമ്മളെ കുട്ടികൾക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ അനന്തരഫലം എന്താണ്? ഉദാസീനതയാണ്, അലസത, മടി, ഒന്നിനോട് താല്പര്യമല്ലല്ലോ. കാരണം എന്താന്ന് പറഞ്ഞാൽ എല്ലാം ഞൊടിയിടയിൽ നമ്മൾ ഉദ്ദേശിക്കുമ്പോഴേക്ക് കിട്ടുകയാണ്. അപ്പൊ പിന്നെ ആരെയും റെസ്പെക്ട് ചെയ്യേണ്ട കാര്യമില്ല, ആരെയും ബഹുമാനിക്കേണ്ട കാര്യമില്ല, ക്ഷമയില്ലല്ലോ ഇന്ന്, അല്ലേ? എല്ലായിടത്തും എവിടെ നമ്മൾ നോക്കുകയാണെങ്കിലും ക്ഷമയില്ല. അൽ അജലത്തു മിനശ് ശൈത്വാൻ. അജലത്ത്, ഈ ധൃതി, വേഗം വേഗം, ഹറിയപ്പ്, പെട്ടെന്ന് പെട്ടെന്ന് എന്ന് പറഞ്ഞ് ധൃതി കൂട്ടുക എന്നുള്ളത് അത് പിശാചിൽ നിന്ന് വരുന്ന പ്രേരണയാണ്. അതുകൊണ്ട് ഒരുപാട് അപകടങ്ങൾ വരാണ്ട്. കുടുംബത്തിൽ എല്ലാത്തിലും ധൃതിയാണ്, ഇരുന്ന് ആലോചിക്കുന്നില്ല. പ്രപ്പോസൽ വരുന്ന സമയത്ത് ധൃതിയാണ്, ആലോചിക്കുന്നില്ല. ഒരു കാര്യം ചെയ്യാൻ തുനിയുമ്പോൾ ഇസ്തിഖാറത്ത്, മതം പറഞ്ഞിട്ടുണ്ട്, ഖൈറിനെ തേടി 2 റക്അത്ത് നിസ്കരിക്കുക, ഇസ്തിഖാറ. വശാവിറു ഫിൽ അംർ, കാര്യത്തിൽ മുശാവറ ചെയ്യുക. ഇന്ന് വലിയവരായിട്ട് കൂടിയാലോചന ഉണ്ടോ? ഇല്ല. അപ്പൊ ഈ റെസ്പെക്റ്റിന്റെ എല്ലാ അതിർത്തികളും ലംഘിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. ലഹരി സാർവത്രികമായി, അത് എവിടെയും കിട്ടാൻ തുടങ്ങി. അപ്പൊ വേറുള്ളവർ പറഞ്ഞു, ഇനി നിങ്ങളാരും എതിർക്കാൻ പോണ്ട, കാരണം അതൊക്കെ സുലഭമായി. എന്നിപ്പോ ഞാൻ പറയാം, കഞ്ചാവ് ഉപയോഗിക്കുക എന്നുള്ളത് ഒരു വിഷയമല്ല, കള്ള് കുടിക്കുക എന്നുള്ളത് ഒരു വിഷയമല്ല. ഇപ്പം മുസ്ലിങ്ങള് അത് ഹറാം എന്ന മതപരമായൊരു വെർഷനിലാണല്ലോ മദ്യത്തെ കണ്ടത്. വേറെ മതങ്ങള് ചിലപ്പം മദ്യം ഹറാം എന്ന് പറഞ്ഞിട്ടുണ്ടാകില്ല, പക്ഷെ അതിനെ നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാ മതാചാര്യന്മാരും നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഇസ്ലാമിൻ്റെ കുടുംബങ്ങളിൽ പോലും ഒരു കുട്ടിയുടെ നിക്കാഹോ നിശ്ചയോ അല്ലെങ്കിൽ ഒരു വീട് കൂടൽ ചടങ്ങോ നടക്കുമ്പോൾ ആ കുടുംബത്തിൽപ്പെട്ട ഒരാള് കുറച്ച് കിക്കായിട്ടാ ഇരിക്കണത്. അപ്പൊ ചെറുപ്പക്കാർ പറയണേ, ആള് മൂഡ് ഓഫ് ആണ്, അല്ലേ, ആള് കിക്കിലാണ്. അപ്പൊ അതിനെ അത്രയും നോർമലായി കണ്ടു എന്നല്ല അതിന്റെ അർത്ഥം. ആ കുടുംബം തന്നെ അതിനെ കൈകാര്യം ചെയ്തത് ഏതർത്ഥത്തിലാണ്? ഇതാണ് പുതിയ മക്കള് കണ്ടത്. എന്ത്? മൂത്താപ്പ കുറച്ച് കിക്കിലാണ്, എളാപ്പ കുറച്ച് കിക്കിലാണ്, അങ്ങനെ കാണുകയാണ്. അപ്പൊ ഇപ്പം പോണ്ട, അദ്ദേഹത്തിന്റെ ഹാങ് ഓവറൊക്കെ തീർന്നിട്ട് സംസാരിച്ചാൽ മതി. ഇത് വളർന്നു വരുന്നൊരു കുട്ടി ഏതർത്ഥത്തിലാ റീഡ് ചെയ്യാ? അപ്പൊ ആ കുട്ടി എന്ത് അഖ്ലാഖ് പഠിച്ചാലും എന്ത് ദീനിയാത്ത് പഠിച്ചാലും എൻ്റെ അകന്ന ബന്ധുവിലും എൻ്റെ അടുത്ത ബന്ധുവിലൊക്കെ ഞാൻ ഇത് വളരെ നോർമലായിട്ടാണ് കണ്ടത്. പിന്നെ എനിക്ക് വേറെ ഒരു രീതിശാസ്ത്രമൊന്നുമില്ല, അവർ യൂസ് ചെയ്യുന്ന ഈ ദീൻ തന്നെയാണ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ഒരു കാര്യം നോർമലാവാന്ന് പറഞ്ഞാൽ. അത് നാട്ടില് സാർവത്രികമായി നമ്മൾ പറയില്ലേ, അത് അന്ത്യനാളിൻ്റെ അടയാളമാണ്. പിന്നെ എന്തിനാ നമ്മൾ ഈ 12 ചോട്ടിൽ ഇതൊക്കെ ചർച്ച ചെയ്യണത്? നമ്മളും നമ്മളെ മക്കളും അതിൽ പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതിലപ്പുറം ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റൂല. പ്രദീപ് കുമാറിൻ്റെ ഒരു കവിത വായിച്ചു ഞാൻ. അച്ഛൻ കുടി നിർത്തിയപ്പോൾ എന്നാണ് കവിതയുടെ പേര്. അച്ഛൻ കുടി നിർത്തിയപ്പോൾ. അവർ കുട്ടി എഴുതുകയാണ് എന്ന് പറഞ്ഞാൽ, വർഷങ്ങളായി ഈ കുഞ്ഞ് ജനിച്ചത് മുതൽ അച്ഛനെ കാണുന്നത് മുഴുകുടിയനായിട്ടാണ്. കുടിക്കാത്തൊരച്ഛനെ ഈ മക്കൾ കണ്ടിട്ടില്ല. പിന്നെ അദ്ദേഹത്തെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരൊക്കെ ഡി അഡിക്ഷൻ സെന്ററിൽ കൊണ്ടുപോയി അങ്ങനെ മദ്യത്തിൽ നിന്ന് മെല്ലെ മെല്ലെ വിപാടനം ചെയ്ത് മോചിപ്പിച്ചൊരു നോർമൽ മനുഷ്യനാക്കാൻ വേണ്ടി ശ്രമിച്ചു. ആ ശ്രമം വിജയം കണ്ടു. ഇപ്പൊ ഈ വീട്ടിലെ മക്കളുടെ അച്ഛൻ, ഈ വീട്ടിലെ ഭാര്യയുടെ ഭർത്താവാകുന്ന ഈ ഗൃഹനാഥൻ കുടി നിർത്തിയിട്ട് 6 മാസമായി. 6 മാസമായിട്ട് അച്ഛൻ കുടിച്ചിട്ടില്ല എന്നുള്ളതാണ് ഈ +2 പഠിക്കുന്ന പെൺകുട്ടി കവിത എഴുതാൻ കാരണം. അപ്പൊ ഈ കുട്ടി അതിനെപ്പറ്റി എഴുതിയെന്താ? അച്ഛൻ കുടി നിർത്തിയപ്പോൾ ആദ്യം ചിരിച്ചത് അടുക്കളയിലെ പാത്രങ്ങളായിരുന്നു എന്നാണ്. കാരണം ഇയാൾ കുടിക്കുന്ന കാലത്തൊക്കെ ആദ്യം എടുത്ത് വലിച്ചെറിയാറുള്ളത് അടുക്കളയിലെ പാത്രങ്ങളായിരുന്നു എന്നൊരു മറ്റൊരു അർത്ഥം കൂടി അതിനുണ്ട്. കവിതയുടെ അർത്ഥം എന്ന് പറഞ്ഞാൽ അത് തുറന്നു പറയാതെ അനുവാചകൻ അതിനെ ഉള്ളിലൂടെ ഗ്രഹിക്കുക എന്നുള്ളതാണ്. അത് കവിയുടെ സ്വാതന്ത്ര്യത്തെക്കാൾ വലിയ സ്വാതന്ത്ര്യമാണ് വായിക്കുന്ന ആൾക്കുള്ളത്. പിന്നെ പറഞ്ഞ എന്താണ്? അച്ഛൻ കുടി നിർത്തിയതിൽ പിന്നെ അമ്മയുടെ കഴുത്തിലെ താലിച്ചരടിന് മഞ്ഞ നിറം വർദ്ധിച്ചിട്ടുണ്ട്. എന്താ? ഇയാളിങ്ങനെ കുടിച്ചു പൂസായി വരുന്ന കാലത്ത് ഞാൻ ആർക്ക് വേണ്ടിയാ ദൈവമേ ജീവിക്കുന്നത് എന്നൊരർത്ഥത്തിലായിരുന്നു ആ വീട്ടിലുള്ള പെണ്ണൊരുത്തിയാകുന്ന ഇയാളുടെ ഭാര്യ, അല്ലെങ്കിൽ ഈ 4 പറക്കമുറ്റാത്ത മക്കളുടെ അമ്മ ഇത്ര കാലം ഒരു പെണ്ണായിട്ട് ആ വീട്ടിൽ കഴിഞ്ഞുകൂടിയത്. കാരണം
മക്കളുണ്ടാവാൻ മക്കൾ എങ്ങനെ ഉണ്ടാവുമല്ലോ. ലക്കു ലഗാനില്ലാതെ കുടിയനായ ഭർത്താവ് ഭാര്യയെ പ്രാപിക്കുമ്പോഴും അവൾ ഗർഭിണിയാകും, അവൾക്ക് മക്കളുണ്ടാകും. അപ്പൊ ഈ 4 മക്കളുണ്ടായതൊന്നും ബോധത്തിന്റെ പുറത്തല്ല. പക്ഷേ ഈ 6 മാസത്തിന്റെ ശേഷം ഈ ഭർത്താവ് കുടിയനായിട്ടില്ല, കുടിച്ചിട്ടില്ല. അപ്പൊ ഞങ്ങളുടെ അമ്മയുടെ കഴുത്തില് താലിച്ചരടിന് നല്ല മഞ്ഞ നിറം കൂടിയിട്ടുണ്ട്. അപ്പൊ എന്താ, അമ്മ നല്ല പുളിയുടെ ഇലയൊക്കെ വാട്ടി എടുത്തിട്ട് അതിൻ്റെ വെള്ളം കൊണ്ട് ചകിരിത്തുപ്പെടുത്തിട്ട് അമ്മയുടെ താലിച്ചരട് അല്ലെങ്കിൽ താലിമാല നന്നായി വെളുപ്പിച്ചിട്ടുണ്ട്. കാരണം അമ്മക്കൊരു ബോധമുണ്ട്, ഇപ്പം എന്നെ കാത്തിരിക്കുന്ന, എന്നെ പ്രതീക്ഷിച്ച് എൻ്റെ വീട്ടിലേക്ക് വരുന്ന ഒരു ഭർത്താവുണ്ട്. ശരിക്കും ഞാൻ ഈ പ്രദീപിൻ്റെ ഈ കവിത വായിച്ചപ്പോൾ എൻ്റെ ഉള്ളുലഞ്ഞു. കാരണം എന്താ, എത്ര വർഷങ്ങൾക്ക് ശേഷമാണ് ഈ സഹോദരിക്ക് എനിക്കൊരു ഭർത്താവുണ്ടല്ലോ എന്ന ബോധം തിരിച്ചു കിട്ടിയത്. അവളുടെ റൊമാൻസ് ഇപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യണത്, 4-5 മക്കളുണ്ടായതിന് ശേഷം. ഈ കുട്ടി പറയുന്ന അടുത്ത വരി എന്താ അറിയോ, അമ്മ ഇപ്പൊ 985 പഴയ പാട്ടുകളൊക്കെ കേൾക്കാറുണ്ട്. കാരണം അതിലാണ് പ്രണയങ്ങളെ, സ്നേഹങ്ങളെ, സ്വന്തം പ്രതീക്ഷിച്ചു വരുന്ന ഭർത്താവിനെ എങ്ങനെ പുൽകണം എന്നൊക്കെ പഴയ പാട്ടുകൾ റേഡിയോയിലൂടെ സംപ്രേഷണം ചെയ്യപ്പെടുന്ന പാട്ടുകൾ ഓർമ്മിപ്പിക്കാറുണ്ട്. ഇത്ര കാലമായിട്ട് ഈ വീട്ടിൻ്റെ അടുക്കളയിൽ റേഡിയോയിൽ ഒരു പാട്ട് മൂളിയിട്ടില്ല. കാരണം അമ്മ അങ്ങനെയുള്ളൊരു വികാരത്തിൻ്റെ പുറത്തൊന്നും ആയിരുന്നില്ല. പണ്ടൊക്കെ ഞങ്ങൾ ചിരിക്കുന്ന അമ്മയെ കാണണമെങ്കിൽ അമ്മയുടെ SSLC ബാച്ചിൻ്റെ ഗ്രൂപ്പ് ഫോട്ടോ പോയിട്ട് പരതണം ആൽബത്തിൽ. ആ ഫോട്ടോയിലാണ് ഞങ്ങൾക്ക് ജന്മം തരുന്നതിൻ്റെ മുമ്പുള്ള ഒരു 16 വയസ്സുകാരിയായ അമ്മ ചിരിച്ചിരിക്കുന്ന ഒരു ഗ്രൂപ്പ് ഫോട്ടോ ഞങ്ങൾ കണ്ടത്. പിന്നെ ഞങ്ങൾ അമ്മ ചിരിക്കുന്നത് ഞങ്ങൾ കണ്ടത് ഈ 6 മാസങ്ങൾക്ക് ശേഷമാണ്. ഇപ്പം ഞങ്ങൾ അമ്മ വല്ലപ്പോഴൊക്കെ ചിരിക്കുന്നുണ്ട്. കാരണം നമുക്ക് ചിരിക്കാൻ അവകാശമുണ്ട്. കാരണം അമ്മയുടെ ഭർത്താവ് ഇപ്പം കുടിക്കാറില്ല. പാൽക്കാരൻ ശശി പറ്റു ചോദിച്ച് ഇപ്പം വീട്ടിൽ വരാറില്ല. അപ്പം എന്താണ്, ഇയാൾ കുടി നിർത്തിയതിൻ്റെ ശേഷം ഒരു മനുഷ്യൻ കുടിക്കാതെയായാൽ അയാളൊരു ഗൃഹനാഥനാണ് എന്ന ഉത്തരവാദിത്തം അയാൾക്ക് തിരിച്ചു കിട്ടുകയാണ്. അപ്പം അയാൾ നേരം വെളുത്താൽ വെളുപ്പാങ്കാലത്ത് വീട്ടിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങുകയാണ്, ചോര നീരാക്കി അധ്വാനിക്കുകയാണ്. അതുകൊണ്ട് കിട്ടുന്ന ചില്ലറ 3/4 പൈസ കൊണ്ട് വീട്ടിൽ വരികയാണ്. എന്നിട്ട് പാൽക്കാരൻ്റെ പറ്റ് അടച്ചു തീർക്കുകയാണ്, പലചരക്കുകാരൻ്റെ പറ്റ് അടച്ചു തീർക്കുകയാണ്. ഈ വർഷക്കാലം, ഈ മൺസൂൺ വന്നതിൽ പിന്നെ ഞങ്ങളുടെ വീടിൻ്റെ മേൽക്കൂര ചോർന്നിട്ടില്ല. അതെന്താണ്, മരാമത്ത് പ്രവർത്തനങ്ങൾ നിർവഹിക്കേണ്ട, ഒരു കുടുംബം പോറ്റേണ്ട ഗൃഹനാഥനാണ് ഞാൻ എന്ന ഉത്തരവാദിത്തം കുടിക്കാതെ വരുന്ന ഞങ്ങളുടെ പിതാവിനുണ്ട്. അതുകൊണ്ട് അയാൾ വീടൊക്കെ ഇപ്പം നന്നാക്കിയിട്ടുണ്ട്. അപ്പൊ കുടിക്കാതെയായ ഒരു പിതാവും കുടിക്കുന്നൊരു പിതാവും എന്ത് എന്ന് ഈ കുട്ടികളെ നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്. അപ്പൊ ഒരാള് ലഹരിയുടെ അടിമയായി പോയാലേ അയാളുടെ വീട് തന്നെ മരിച്ചു, അയാളുടെ മക്കളും മരിച്ചു. ഇപ്പൊ ഇന്ന് കല്യാണം കഴിക്കണതിന്റെ മുമ്പ് 20 വയസ്സിൽ കഞ്ചാവിൻ്റെ അടിമയാവാൻ, 21 വയസ്സിൽ അത് MDMA-യിലേക്ക് കയറുകയാണ്, 22-ാമത്തെ വയസ്സിൽ LSD-യിലേക്ക് കയറുകയാണ്, 23-ാമത്തെ വയസ്സിൽ ഹെറോയിനിലേക്ക് കയറുകയാണ്, 24-ാമത്തെ വയസ്സിൽ കൊക്കൈനിലേക്ക് കയറുകയാണ്, 25-ാമത്തെ വയസ്സിൽ ചരസിലേക്ക് കയറുകയാണ്. ഞാൻ ചോദിക്കട്ടെ, നാൾക്ക് നാൾ ആളുടെ ലഹരി പ്രോഗ്രസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. 26-ാമത്തെ വയസ്സിലോ ഇയാളുടെ ജീവിതത്തിലേക്ക് കുടുംബക്കാരെല്ലാവരും തേടിപ്പിടിച്ച ഒരു പെണ്ണൊരുത്തിയും കയറി വരികയാണ്. എങ്ങനെ ഉണ്ടാവും അല്ലേ? ഈ ഒട്ടും പൊട്ടും തിരിയാത്ത പാവപ്പെട്ട ഏതോ ഒരു കുടുംബത്തിലെ സാധാരണക്കാരിയായ പെൺകുട്ടി തൻ്റെ പുരുഷൻ തനിക്ക് എല്ലാത്തിനും വേണ്ടപ്പെട്ട ഒരാളായി തൻ്റെ കൂടെ നിൽക്കുമെന്ന ഒരു ശുഭാപ്തി വിശ്വാസത്തിൻ്റെ പുറത്ത് മാതാവിനെ വിശ്വസിച്ച്, പിതാവിനെ വിശ്വസിച്ച് നീ നിന്റെ പുരുഷന്റെ കൂടെ പൊയ്ക്കോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അയാളുടെ കയ്യും പിടിച്ച് ജീവിതത്തിലേക്ക് കയറി വന്നതാണ്. 6 മാസം അയാൾ ആക്ട് ചെയ്തു നിന്നു, അഭിനയിച്ചു നിന്നു. കാരണം എൻ്റെ പ്രതിശ്രുത വധുവല്ലേ, ഒരു പുതിയ പെൺകുട്ടിയല്ലേ. അതുകൊണ്ട് ലഹരിയൊക്കെ വിഭാടനം ചെയ്ത് 6 മാസം ഇവൾക്ക് വേണ്ടി വളരെ റൊമാൻറ്റിക്കായി ജീവിച്ചു. 7-ാമത്തെ മാസം ഇവൻ്റെ 20-ാമത്തെ വയസ്സിൽ തുടങ്ങിയ 6 കൊല്ലം മുമ്പ് തുടങ്ങിയ ലഹരി അവൻ്റെ ഉള്ളിൽ നിന്നിങ്ങനെ പുറത്തേക്ക് വരാൻ തുടങ്ങി. അപ്പം അവൻ്റെ സൗഹൃദങ്ങളുണ്ട്, ഏത് ലഹരിയുടെ സർക്കിളുണ്ട്, അതിനെ തേടിപ്പിടിച്ച് അവൻ്റെ വാട്സപ്പ് മെസ്സേജുകൾ പോകാൻ തുടങ്ങി. അതുമായി ബന്ധപ്പെട്ട ഗ്രൂപ്പുകളിൽ അവൻ വീണ്ടും ആഡ് ചെയ്യപ്പെടാൻ തുടങ്ങി. അവൻ്റെ ആ സർക്കിൾ വൈഡായപ്പോൾ വീട് എന്ന സർക്കിൾ അവനിങ്ങനെ ചുരുങ്ങി വന്നു. അവൻ വീടിൽ നിന്ന് അന്യനായി. അതാണ് തീരം നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ. പിന്നെ തീരം നഷ്ടപ്പെട്ട തിരമാലയൊക്കെ പോവാ. തിരമാലയ്ക്ക് പോകും തോറും കടലിന്റെ ആഴം കൂടുകയാണ്. അപ്പൊ അവിടെ മുങ്ങിപ്പോയാൽ പിന്നെ ആള് പൊങ്ങൂല അല്ലേ?
അതുകൊണ്ട് നമ്മളൊക്കെ മനസ്സിലാക്കണം, വിഴിഞ്ഞം തുറമുഖത്ത് നിന്ന് ഒരുപാട് കപ്പൽ ലോകത്തിൻ്റെ പല ഭാഗത്തേക്കും പുറപ്പെടാറുണ്ട്. വിഴിഞ്ഞം തുറമുഖത്ത് വന്നിട്ട് കുറേ കപ്പൽ നങ്കൂരിടാറുണ്ട്. അത് 2 ദിവസം കഴിഞ്ഞാൽ റഷ്യക്ക് പോകും, ജപ്പാൻക്ക് പോകും, ചൈനയിലേക്ക് പോകും. പക്ഷേ എത്ര കപ്പൽ വന്നാലും പോയാലും തുറമുഖത്തിലെ തീരം അവിടെ തന്നെ കാണും. നമ്മുടെ സൗഹൃദ വലയങ്ങളിലേക്ക്, നമ്മുടെ കുട്ടികളുടെ ഫ്രണ്ട്ഷിപ്പ് ലിസ്റ്റിലേക്ക് FBയിൽ എത്ര ഫോളോവേഴ്സ് വന്നാലും, ഇൻസ്റ്റയിലൂടെ എത്ര ഫോളോവേഴ്സ് വന്നാലും, എത്ര ലൈക്ക് കിട്ടിയാലും അതൊക്കെ നമ്മളുടെ തീരമാലകളാണ്. തീരം എവിടെയാണ്? തീരം കുടുംബ. അങ്ങനെയാണ് ഭാര്യയും ഭർത്താവും തമ്മിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്കുകൾ വരിക. ഒരു കൊല്ലം കഴിയുമ്പോൾ ഈ പെൺകുട്ടിക്ക് ഏകദേശം ബോധ്യമായി ഈ ഭർത്താവാകുന്ന പുരുഷന്റെ യഥാർത്ഥ സ്വഭാവം അഥവാ തനി നിറം. അയാൾ കുറച്ചൊക്കെ ലഹരി ഉപയോഗിക്കുന്നുണ്ട്. അവൾക്ക് ഇങ്ങനെ സംശയം മുള പൊട്ടി. അതിൻ്റെ ഇടയിൽ അവൾ ഗർഭിണിയായി. ആ ഗർഭസ്ഥ ശിശുവിനെയും വഹിച്ച് അവൾ ഒരു മാതാവാകാനുള്ള തീർത്ഥയാത്രയിലേക്ക് പുറപ്പെട്ടു. അങ്ങനെ അവരുടെ ഗർഭം വളർന്നു. അതോടുകൂടെ തന്നെ ഭർത്താവിനെ പറ്റിയിട്ടുള്ള സംശയം വളർന്നു. ഒരു ദിവസം സോളിഡ് എവിഡന്റോടുകൂടെ ഇവള് ലഹരി പിടിച്ചു. പക്ഷേ പറയാൻ മടിച്ചു. തന്നെ വലിയ പ്രതീക്ഷയോടുകൂടെ ഒരു പുരുഷന്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്ത തൻ്റെ പിതാവ് തന്നെ വീട്ടിൽ നിന്ന് ഒരു പുരുഷന്റെ കൂടെ ഇറക്കി വിടാൻ വേണ്ടി, ഈ പൊന്നുണ്ടാക്കാൻ വേണ്ടി പൊരിവെയിലത്ത് നടന്നുപോയത്, പണം ഉണ്ടാക്കിയത്, എനിക്ക് വേണ്ടിയിട്ടുള്ള പണ്ടം ധരിപ്പിച്ച് തരുന്നതിൻ്റെ പിന്നിൽ എൻ്റെ പിതാവ് സഹിച്ച ത്യാഗങ്ങൾ ഈ പെൺകുട്ടിക്കറിയാം. അതുകൊണ്ട് ഉപ്പ, നിങ്ങൾ ഏൽപ്പിച്ചു തന്ന പുരുഷൻ ലഹരിയുടെ അടിമയാണ് എന്ന് പറഞ്ഞാൽ എൻ്റെ വാപ്പ ഹൃദയം പൊട്ടി മരിക്കും, എൻ്റെ ഉമ്മ നൊന്ത് പെടയും. അതുകൊണ്ട് ഞാനത് പറഞ്ഞില്ല. അത് പറയാതെ ഹൈഡ് ചെയ്ത് ഒരു 5-8 മാസം നിന്നപ്പോഴേക്ക് ഇവളൊരു കുട്ടിയുടെ ഉമ്മയായി അല്ലെങ്കിൽ അമ്മയായി. പിന്നെ ഇവരുടെ ജീവിതം ഈ കുട്ടിക്ക് വേണ്ടിയാ. ഈ കുട്ടിക്ക് 1 വയസ്സ് 2 വയസ്സൊക്കെ ആകുമ്പോഴേക്ക് ഭർത്താവിൻ്റെ എല്ലാ ലഹരിയോടുള്ള ആസക്തിയും മറ നീക്കി പുറത്തു വന്നു. അപ്പോഴേക്ക് ഈ കുട്ടിക്ക് വേണ്ടി അവൾ ജീവിക്കുന്നത്. പിന്നെ വീട്ടിൽ കാര്യങ്ങളൊക്കെ അറിഞ്ഞു. മാതാവും പിതാവും അവളോട് ഇനി ഇങ്ങോട്ട് പോര്, അവൻ്റെ കൂടെ ജീവിച്ചിട്ട് കാര്യമില്ല എന്ന് അറിഞ്ഞപ്പോഴും ഈ പെണ്ണ് തൻ്റെ സ്വന്തം പുത്രനാകുന്ന ഈ 2 വയസ്സുള്ള മോൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കൂ. പടച്ചോനെ, ഞാനിപ്പോൾ എൻ്റെ വീട്ടുകാരുടെ അടുക്കലേക്ക് തിരിച്ചു പോയാൽ എൻ്റെ കുഞ്ഞിൻ്റെ ഉപ്പ അയാൾ തന്നെയാണല്ലോ. എൻ്റെ കുഞ്ഞ് യത്തീമാവൂലേ? എൻ്റെ കുഞ്ഞിന് പിതാവില്ലാതെ ആവൂലേ? ഞാൻ ചോദിക്കട്ടെ, തീരാ നോവും നൊമ്പരവും സഹിച്ചിട്ട് തഹജ്ജുദിന് മുസല്ലയിട്ടിട്ട് ആ മുസല്ലയെ സുജൂദിൽ നനക്കുന്ന കണ്ണിലെ കണ്ണീര് കൊണ്ട് കഴുകുന്ന എത്ര യുവതികൾ ഓരോ വീട്ടിലുണ്ട് എന്ന് നിങ്ങൾക്കറിയോ? എന്താ കാരണം അറിയോ? ഇന്നത്തെ ജീവിത സാഹചര്യമാണ്. വലിയ അപകടത്തിലേക്കല്ലേ സമുദായം പോയിക്കൊണ്ടിരിക്കുന്നത്? സ്നേഹം കിട്ടാക്കനിയായിക്കൊണ്ടിരിക്കുന്ന ഒരു ലോകം. അവിടെ ഞാൻ പറഞ്ഞത്, അന്യജീവനുദകി സ്വജീവിതം ധന്യമാക്കും അമലേ വിവേകികൾ. നമ്മളെ കുട്ടികളൊക്കെ വിവേകിയാകണം. ഈ വിവേകം മക്കൾക്കില്ലെങ്കിൽ ഉണ്ടാകാൻ പോകുന്ന പ്രശ്നം എന്താണ്? അവിടെ ഞാൻ പറഞ്ഞു വെച്ചതിലേക്ക് തിരിച്ചു പോവാൻ. തമിഴ്നാട്ടില് തലേക്കുത്തൽ എന്ന് പറയുന്നൊരു ചടങ്ങ് ഓരോ ഗ്രാമത്തിലും നടക്കാൻ തുടങ്ങി. എന്താണ്? വിവരം വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്ത മക്കള് അച്ഛനും അമ്മയൊക്കെ 80-85 വയസ്സിലെത്തി, അവർക്ക് ബോധം മറഞ്ഞു എന്ന് ബോധിക്കുമ്പോഴേക്ക് ഇവരെന്ത് ചെയ്യാണ് അറിയോ? എന്നാൽ നമ്മൾ തലേക്കുത്തൽ ചടങ്ങ് നടത്തല്ലേ എന്ന് തീരുമാനിക്കുക. അപ്പം എന്താ തലേക്കുത്തൽ ചടങ്ങ്? പ്രായം ചെന്ന പിതാവ് ഏകദേശം സിക്കായി, ഇനി അയാൾ ബെഡിൽ നിന്ന് എണീക്കില്ല എന്ന് ഇവർക്ക് ബോധ്യപ്പെട്ടാലേ ഈ കുടുംബത്തിന്റെ പരീക്ഷണം തുടങ്ങുകയാണല്ലോ. കാരണം ഇനി വെടുപ്പും വൃത്തിയാക്കണം, ഇനി ഇവരെ കുളിപ്പിക്കണം, ഇനി ഇവരെ കഴുകണം, ഇനി ഇവരെ ഡ്രസ്സ് മാറിക്കൊടുക്കണം, അഴുക്കുള്ള ഡ്രസ്സ് കൊണ്ടുപോയി വാഷ് ചെയ്യണം, ഒരു മലർന്ന് കിടക്കുന്ന കുഞ്ഞിനെ നോക്കും പോലെ നോക്കണം. അതിന് മാതാവ് എന്നുള്ള ബോധം ഈ കിടക്കുന്ന ആളെ പറ്റി ഉണ്ടായാലേ മക്കൾക്കത് ചെയ്യാൻ കഴിയുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ കുട്ടികളെ മതം പഠിപ്പിക്കണം എന്ന് പറയുന്നത്. ഇത് ഭൗതിക വിദ്യാഭ്യാസത്തിലൂടെ കിട്ടുന്ന വികാരമല്ല. ഇത് എവിടുന്ന് കിട്ടണാണ്? ഇത് ദീന് മതം പഠിച്ചാൽ മാത്രം കിട്ടുന്ന വികാരമാണ്. അതുകൊണ്ട് തലേക്കുത്തൽ ചടങ്ങ് അവിടെ ഐശ്വര്യമായിട്ട് നടന്നു. എന്താ അവർ നടത്തി? അവർ തീരുമാനിച്ച കാര്യം എന്താ നമ്മൾ തലേക്കുത്തൽ ചടങ്ങ് നടത്തല്ലേ? എന്താ ഈ തലേക്കുത്തൽ എന്ന് പറഞ്ഞാൽ, ഇങ്ങനെ ബെഡിൽ നിന്ന് എണീക്കാത്ത പിതാവിൻ്റെ തലയിലേക്ക് പിറ്റേ ദിവസം നല്ല ഡിസംബറിലെ മഞ്ഞ് പെയ്യുന്ന രാത്രിയിൽ, അല്ലെങ്കിൽ തന്നെ തണുപ്പാണ്. അപ്പം ഈ പ്രായം ചെന്ന ആൾക്കാർക്ക് അമിതമായ തണുപ്പ് സഹിക്കാൻ കഴിയൂല. അവരെ പ്രതിരോധ ശേഷി നന്നായി കുറഞ്ഞിട്ടുണ്ടാകും. അങ്ങനെയുള്ള ഈ
ബെഡ് റിഡനായിട്ട് കിടക്കുന്ന പിതാവിൻ്റെ തലയിലേക്ക് നല്ല ഐസ് വാട്ടർ ഒഴിക്കുകയാണ്. അത് പലവട്ടം പാത്രത്തിൽ കുറേ പ്രാവശ്യം ഇങ്ങനെ ഒഴിക്കുകയാണ്. എന്നിട്ട് അവരെ തല തോർത്തി കൊടുക്കൂല. ഇയാൾക്ക് പ്രതികരിക്കാൻ ശക്തിയില്ല, ഇയാൾക്ക് സംസാരിക്കാനുള്ള ശേഷിയില്ല, ഇയാൾ അങ്ങനെ കിടക്കുകയാണ്. അത് കഴിഞ്ഞതിൻ്റെ ശേഷം ഈ പിതാവിൻ്റെ വായിലിട്ട ട്യൂബിലൂടെ 3 or 4 ഇളനീരിൻ്റെ തണ്ടർ കോക്കനട്ടിൻ്റെ വാട്ടർ, ഇളനീർ വെള്ളം കൊടുക്കുകയാണ്. ഈ തണുപ്പ് ശരീരത്തിൽ കയറിയിട്ട് മരവിച്ചു പോയൊരു മനുഷ്യൻ്റെ പ്രതിരോധ ശേഷി ആദ്യം തന്നെ താഴ്ന്ന നിലയിൽ എത്തിയിട്ടുണ്ടാകും. അതിൻ്റെ കൂടെ അയാൾക്ക് ഈ തണ്ടർ കോക്കനട്ടിൻ്റെ വാട്ടർ, ഇളനീർ വെള്ളം കൂടി അമിതമായിട്ട് കൊടുത്താൽ അയാളുടെ ശരീരത്തിൽ നിന്ന് പൊട്ടാസ്യത്തിൻ്റെ അളവ് കൂടും. പൊട്ടാസ്യത്തിൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ കിഡ്നി ഫെയിലിയർ ആകും, പിന്നെ കിഡ്നി പണി മുടക്കും. എന്നാൽ അങ്ങനെ ഈ മനുഷ്യൻ 2 or 3 ദിവസം കൊണ്ട് മരിക്കും. മരിച്ചാൽ ബന്ധുക്കള് വീട്ടിൽ മരിച്ച അവസ്ഥയിൽ ഇയാളെ ആശുപത്രിയിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ ആശുപത്രി അധികൃതർ പോസ്റ്റ്മോർട്ടം നടത്തും. പോസ്റ്റ്മോർട്ടം നടത്തിയാലേ ഇത് തലേകുത്തൽ ചടങ്ങ് നടത്തിയിട്ട് ബന്ധുക്കൾ കൊന്നതാണ് എന്ന് ഒരു അഭ്യസ്ത വിദ്യനായ ഹോസ്പിറ്റലിലെ പോസ്റ്റ്മോർട്ടം വിദഗ്ധനായ ഡോക്ടർക്കും പിടികിട്ടൂല, അല്ലെങ്കിൽ എത്തിപ്പിടിക്കാൻ കഴിയൂല. കാരണം എന്താണ്? പൊട്ടാസ്യം ലെവൽ താന്നതാണ്, കിഡ്നി ഫെയിലിയർ ആയതാണ്, പ്രതിരോധശേഷി പോയതാണ്, സ്വാഭാവിക മരണമാണ് എന്ന് വിധി എഴുതും. ഇതിൽ നിന്ന് എങ്ങനെയാണ് പിന്നെ അത് ഗവൺമെന്റിന്റെ ശ്രദ്ധയിലേക്ക് വന്നത്? 2010 ഒരു 80 വയസ്സുള്ളൊരു പിതാവ് തലേകുത്തൽ ചടങ്ങ് നടത്താൻ വേണ്ടി അദ്ദേഹത്തെ പറ്റി അദ്ദേഹത്തിന്റെ ബന്ധുക്കൾ തൊട്ടപ്പുറത്തെ റൂമിൽ ചർച്ച ചെയ്യാൻ. അപ്പൊ ഇയാൾക്ക് ബാത്റൂമിക്കൊക്കെ പോകാനും വരാനും ഒക്കെ കഴിയും, പറ്റ കിടന്നിട്ടില്ല. അപ്പൊ ഈ ബന്ധുക്കൾ അറിയൂല ഈ ചർച്ച ചെയ്യേണ്ടത് ഇയാളെ ശ്രദ്ധിക്കേണ്ടതുള്ളത്. അപ്പൊ ഇവര് തന്നെ പറയാണ്, നമ്മളൊരു 5-6 മാസമൊക്കെ കഴിഞ്ഞാൽ നമുക്ക് ഇവിടെയും തലേകുത്തൽ ചടങ്ങ് നടത്തേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തും എന്ന്. ഇത് കേട്ട ഇദ്ദേഹം പിൻവാതിലിലൂടെ ഓടി രക്ഷപ്പെട്ട് തമിഴ്നാട്ടിലെ എൽഡേഴ്സ്, വളരെ പ്രായം ചെന്ന മനുഷ്യന്മാരുടെ ഒരു യൂണിയൻ ഉണ്ട്, ഒരു സംഘടനയുണ്ട്. ആ സംഘടനക്കാരുടെ ഭാരവാഹികളെ കണ്ടിട്ട് അദ്ദേഹം ഗദ്ഗത കണ്ഠനായി ഈ വിഷയം പറഞ്ഞു. എൻ്റെ ബന്ധുക്കൾ എന്നെ തലേകുത്തൽ ചടങ്ങ് നടത്താൻ വേണ്ടി കോൺസ്പിറസി നടത്തുന്നുണ്ട്, ഞാനത് കേട്ടിട്ടുണ്ട്. ഈ ഒരു വാർത്തയോട് കൂടെയാണ് തമിഴ്നാട്ടിലെ വൃദ്ധജനങ്ങളുടെ സംഘടന ഈ വിഷയത്തിൽ ഇടപെടാൻ ഗവൺമെന്റിനോട് അഭ്യർത്ഥിക്കുന്നത്. അങ്ങനെ പോലീസ് അലേർട്ടായി ഗൗരവതരമായ പഠനം നടത്തിയപ്പോൾ 100 കണക്കിന് കുടുംബങ്ങളിൽ തലേകുത്തൽ ചടങ്ങ് നടത്തിയിട്ടുണ്ട്. 2020 തമിഴ്നാട്ടിലെ തലേകുത്തൽ എന്ന് പറഞ്ഞൊരു സിനിമ തന്നെ പ്രസിദ്ധീകരിക്കപ്പെട്ടു ഇതിൻ്റെ പശ്ചാത്തലത്തിൽ. ഇവിടെയാണ് ഖുർആൻ പറഞ്ഞ വാക്ക് വബിൽ വാലിദൈനി ഇഹ്സാന. നീ ആരോടാ ഗുണം ചെയ്യേണ്ടത്? അവിടെ അബ് ഉമ്മ എന്ന് പറഞ്ഞില്ല. അബ് എന്ന് പറഞ്ഞാൽ അറബി ഭാഷയിൽ ബാപ്പ, ഉമ്മ എന്ന് പറഞ്ഞാൽ ഉമ്മ. പക്ഷെ ഇഹ്സാന് ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹു പറഞ്ഞ എന്താണ്? വബിൽ വാലിദൈനി ഇഹ്സാന. നിങ്ങളാക്കിയവർ എന്നാണ് വാലിദൈൻ എന്ന വാക്കിന്റെ അർത്ഥം. മാതാവ് പിതാവ് എന്നല്ല എൻ്റെ അർത്ഥം. പിന്നെ നിങ്ങളാക്കിയവർ. ഉമ്മാനെ പറ്റി പറയുമ്പോൾ അല്ലെങ്കിൽ അമ്മയെ പറ്റി പറയുമ്പോൾ പൂർണ്ണ ഗർഭിണിയായി നിനക്ക് ജന്മം തന്ന് നൊന്ത് പ്രസവിച്ച് മനുഷ്യ ശരീരത്തിൽ 40 അസ്ഥി എല്ല് പൊട്ടിപ്പോകുമ്പോൾ ഉണ്ടാകുന്ന മാരകമായ വേദന ഒറ്റ പ്രസവത്തിലൂടെ ഒരു പെണ്ണ് സഹിക്കുന്നുണ്ട് എന്നാണ് വൈദ്യശാസ്ത്രം പറയുന്നത് പ്രസവത്തെ പറ്റി. അങ്ങനെ വലിയ വിഷമങ്ങൾ സഹിച്ച് നിനക്ക് ജന്മം തന്ന നിന്റെ പിതാവ്, നിന്റെ മാതാവ്, നിന്നെ പോറ്റി വളർത്തിയ നിന്റെ പിതാവ് അല്ലേ? കുട്ടി പറയുന്നുണ്ട്, 8 വയസ്സുള്ള കുട്ടൻ എന്ന് പറയുന്ന മോന് അച്ഛൻ്റെ അടുത്ത് വന്ന് പറയുന്നുണ്ട്, അച്ഛനെ ക്യാൻസർ രോഗിയാ, അച്ഛന് ഇനി ജോലിക്ക് പോകാനൊന്നും കഴിയൂല, അച്ഛൻ ചാരുകസേരയിൽ ഇങ്ങനെ ചാരിയിരിക്കുകയാണ്. അപ്പൊ കുട്ടൻ ജോയിയേട്ടൻ്റെ മോൻ ജോസിന്റെ കൂടെയാണ് കുട്ടൻ പഠിക്കുന്നത്. ജോയിയേട്ടൻ്റെ അഥവാ ജോസ് കുട്ടൻ്റെ വീട്ടില് നല്ല മൊഞ്ചുള്ള കാറുണ്ട്. അതുപോലൊരു കാറ് നമ്മളെ വീട്ടിലും വേണം അച്ഛ എന്ന് അച്ഛൻ്റെ അടുത്ത് പോയി കുട്ടൻ പറയുന്നത് അച്ഛൻ ഇനി ജോലിക്കൊന്നും പോകാൻ കഴിയാത്ത വീട്ടിലിരിക്കുന്ന സമയത്താണ്. ആ കവിത ഇങ്ങനെയാണ്: കാറു വാങ്ങണം അച്ഛൻ എന്നോതും കിടാവിൻ്റെ മാറിലെ ചൂടാൽ ശീതം പോക്കി ഞാൻ ഇരിക്കുമ്പോൾ ഉണരി നേടാൻ വെമ്പിക്കിതക്കും പാദത്തോടൻ പ്രാണനുണ്ടുൾക്കണ്ടത്തൻ മുൾക്കിരീടത്തിൻ കീഴിൽ. ഇന്ന് ഉച്ചക്ക് എൻ്റെ ഭാര്യ, ഈ കുട്ടൻ്റെ അമ്മ, അടുക്കളയിൽ നിന്ന് ഇപ്പൊ വന്നിട്ട് എന്നോട് ചോദിക്കും, അല്ല മനുഷ്യ, ഉച്ചക്ക് ചോറ് വെക്കണ്ടേ? ഈ വീട്ടിൽ തീമലിടാൻ 1 മണി വറ്റില്ല.
അപ്പം ഞാൻ അയലക്കത്തെ മമ്മദിൻ്റെ അടുത്ത് അല്ലെങ്കിൽ രാജൻ്റെ അടുത്ത് പോയിട്ട് 500 റുപ്യ കടം ചോദിക്കും. അങ്ങനെ ഇരിക്കുന്ന ഒരു അപ്പൻ്റെ അടുത്ത് വന്നിട്ട് കുട്ടൻ എന്ന് പറയുന്ന 8 വയസ്സുള്ള മോം എന്ന് പറയാണ്, അച്ഛാ എൻ്റെ കൂടെ പഠിക്കുന്ന ജോസിൻ്റെ വീട്ടിൽ കാറുണ്ടല്ലോ, അതുകൊണ്ട് അച്ഛനും വാങ്ങണം ഒരു കാറ്. കുട്ടിയുടെ സ്വപ്നമാണ്. നമ്മൾ പലപ്പോഴും സഹജീവിയെ മറന്നുപോവാൻ. ടീച്ചർ ഒരു ദിവസം ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന ടീച്ചർ കുട്ടികളോട് ചോദിച്ചു, കുട്ടികളെ നമുക്കിന്ന് ക്ലാസ്സിൽ ചർച്ച ചെയ്യാനുള്ള വിഷയങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്തു, പഠിപ്പിക്കാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിപ്പിച്ചു, ഇനി നിങ്ങൾ പുസ്തകമൊക്കെ ഒന്ന് പൂട്ടിവെക്കുക, നമുക്കൊരു 10 മിനിറ്റ് കുറച്ച് കുശല സംഭാഷണം നടത്താം. അങ്ങനെ ടീച്ചർ ഇത് പറഞ്ഞപ്പോൾ കുട്ടികൾക്ക് വലിയ സന്തോഷമായി, അതിർപ്പായി. കുട്ടികൾ പുസ്തകമെല്ലാം പൂട്ടിവെച്ച് ടീച്ചറിലേക്ക് തന്നെ ശ്രദ്ധ തിരിച്ചപ്പോൾ ക്ലാസ് റൂമിൽ വെച്ച് ടീച്ചർ പറഞ്ഞു, മക്കളെ നിങ്ങളൊക്കെ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ മാതാക്കൾ ഉണ്ടാക്കി തരുന്ന നല്ല രുചികരമായ ഭക്ഷണ വിഭവങ്ങളെ പറ്റി ടീച്ചർക്കൊന്ന് പരിചയപ്പെടുത്തി തരും. അപ്പൊ കുട്ടികൾക്ക് വലിയ സന്തോഷമായി. കാരണം സ്വന്തം അമ്മമാരൊക്കെ ഉണ്ടാക്കി തരുന്ന ഭക്ഷണങ്ങള് ടീച്ചറുടെ മുമ്പിൽ നമുക്ക് മനോഹരമായിട്ട് പരിചയപ്പെടുത്തി കൊടുക്കാൻ കഴിയല്ലേ, അതൊരു അവസരമല്ലേ. അങ്ങനെ ഒന്നാമത്തെ കുട്ടി ക്ലാസ് റൂമിൽ എണീറ്റ് എന്നിട്ട് പറഞ്ഞു, ടീച്ചറെ എൻ്റെ അമ്മ ഉണ്ടാക്കി തരുന്ന പ്രാതലിന് ഞങ്ങൾ കഴിക്കുന്ന നല്ല നൈസായ ഇഡ്ലിയും അതിലേക്ക് ചേരുവയായി ഞങ്ങൾ ചേർക്കുന്ന ചട്നിയും സാമ്പാറും അത് കൂട്ടിക്കുഴച്ച് ഉണ്ണുമ്പോൾ അയ്യോ വല്ലാത്ത രസമാണ് ടീച്ചറെ. അപ്പൊ രണ്ടാമത്തെ കുട്ടിയുടെ ഊഴെത്തി. അപ്പൊ ആ കുട്ടി പറഞ്ഞു, ടീച്ചറെ എൻ്റെ ഉമ്മ ഉണ്ടാക്കി തരുന്ന നല്ല പത്തലുണ്ട്, അരിപ്പത്തല്, ആ അരിപ്പത്തലും കോഴിക്കറിയുണ്ട്, അത് രണ്ടും സമം ചേർത്ത് ഒന്ന് ഭക്ഷിക്കുമ്പോൾ ഉണ്ടാകുന്ന രുചി അത് വേറെ തന്നെയാണ് ടീച്ചറെ. മൂന്നാമൻ്റെ ഊഴെത്തി. മൂന്നാമൻ പറഞ്ഞു, എൻ്റെ അമ്മ സാധാരണ ഊണിൻ്റെ കൂടെ ഉണ്ടാക്കി തരുന്ന നല്ല അവിയല്, നല്ല തോരന്, നല്ല സാമ്പാർ, അത് വല്ലാത്ത ടേസ്റ്റാണ് ടീച്ചറെ. നാലാമത്തെ കുട്ടി പറഞ്ഞു, എൻ്റെ ഉമ്മ ഉണ്ടാക്കി തരുന്ന നെയ്ച്ചോറും മട്ടൻ കറിയും നല്ല ടേസ്റ്റാണ്, അത് എൻ്റെ നാവിൻ്റെ രസമുകുളങ്ങളിൽ ഇപ്പോഴും കിടപ്പുണ്ട്. അങ്ങനെ ഓരോ കുട്ടികളും അവരവരുടെ അമ്മമാരുടെ ഉമ്മമാരുടെ വളയിട്ട കൈകളെ കൊണ്ട് ഉണ്ടാക്കുന്ന വിഭവങ്ങളെ പറ്റി വാചാലരായപ്പോൾ അവസാനത്തെ ഊഴം കാത്തു കഴിയുന്ന ആ ക്ലാസ് റൂമിൽ തന്നെ ഇരിക്കുന്ന ഒരു ദരിദ്രനായ പയ്യൻ, അവൻ ബാക്കിലെ ബെഞ്ചിൽ നിന്ന് എണീറ്റെന്ന് പറഞ്ഞു, ടീച്ചറെ എൻ്റെ വീട്ടിലെ ഏറ്റവും രുചിയുള്ള വിഭവം അത് വിശപ്പാണ്. അപ്പോൾ ടീച്ചർക്ക് ദേഷ്യം വന്നു. എങ്ങനെയാടാ വിശപ്പ് ഒരു രുചിയുള്ള വിഭവമാകുക? നീ ആളെ കളിയാക്കുകയാണോ? ഞാൻ ചോദിച്ചത് എന്താണ്? ഏറ്റവും രുചിയുള്ള ഭക്ഷണങ്ങളെ പറ്റിയാ ചോദിച്ചത്. അപ്പൊ എങ്ങനെയാ വിശപ്പ് എന്ന് നീ മറുപടി പറയാ? നീ ആളെ കൊഞ്ഞനം കുത്തുകയാണോ? അപ്പൊ ഈ കുഞ്ഞിന്റെ കണ്ണിങ്ങനെ നിറഞ്ഞു, ആ കുഞ്ഞ് മൊഴിഞ്ഞു, ടീച്ചറെ അങ്ങും എൻ്റെ സഹപാഠികളായി കുട്ടികളൊക്കെ എൻ്റെ വീട്ടിലേക്ക് ഒരു ഉച്ച നേരത്ത് വരികയാണെങ്കിൽ ഞാൻ പറഞ്ഞത് സത്യമാണെന്ന് നിങ്ങൾക്കൊക്കെ ബോധ്യപ്പെടും. എന്നിട്ട് ഈ കുട്ടി പറഞ്ഞു, മോനെ നീ അതൊന്ന് വിശദീകരിക്കുക എന്ന് പറഞ്ഞപ്പോൾ ഇവൻ മൊഴിഞ്ഞ കാര്യം എന്താ അറിയോ? എൻ്റെ അച്ഛൻ വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയതാ ടീച്ചറെ. പിന്നെ എൻ്റെ എല്ലുമുറിയെ പണിയെടുക്കാൻ പോയിരുന്ന അമ്മ ഇപ്പം രോഗം കൊണ്ട് വിഷമിക്കാൻ, ആരെങ്കിലുമൊക്കെ കൊടുക്കുന്ന തുട്ട് നാണയങ്ങളെ കൊണ്ടാണ് ഞങ്ങളെ കുടുംബം മുന്നോട്ട് പോകുന്നത്. അമ്മയ്ക്ക് ആകെ കിട്ടുന്ന പണം കൊണ്ട് അമ്മ അരി വാങ്ങിയിട്ട് ഐശ്വര്യമായിട്ട് നല്ല ചോറ് വെച്ച് തരും എനിക്ക്. അതുകൊണ്ട് എൻ്റെ വീട്ടിൽ എന്നും നല്ല വെന്ത ചോറുണ്ടാകും. പക്ഷെ അതിലേക്ക് കൂട്ടാനുണ്ടാകാറില്ല, ഒരു കറി ഉണ്ടാകാറില്ല. പക്ഷേ ഈ വിശപ്പ് എന്ന് പറയുന്ന വിഭവം കൂടെയുള്ളത് കൊണ്ട് അമ്മ വെച്ച വെന്ത ചോറില്ലേ, അത് മണിയായിട്ട് തൊണ്ടക്കുടിയിലൂടെ ഇറങ്ങിപ്പോകും ടീച്ചറെ. നേരത്തെ എൻ്റെ സഹപാഠികൾ ഇവിടെ പറഞ്ഞ ഒരു കച്ചടിയും വേണ്ട, ഒരു കിച്ചടിയും വേണ്ട, ഒരു അവിയലും വേണ്ട, ഒരു തോരനും വേണ്ട, ഒരു ഇഡ്ലിയും വേണ്ട, ഒരു സാമ്പാറും വേണ്ട, ഒരു ചട്നിയും വേണ്ട, ഒരു ആടുകറിയുടെ കുറുമയും വേണ്ട. വിശപ്പുണ്ടെങ്കിൽ ഏറ്റവും വലിയ വിഭവം അത് തന്നെയാ ടീച്ചറെ. അപ്പൊ എല്ലാവരും കരഞ്ഞു. അപ്പൊ ഈ കുട്ടികൾ പറഞ്ഞു, അയ്യോ ആരുടെ മുമ്പിലാ നമ്മളൊക്കെ നമ്മളെ വീട്ടിലെ അനുഗ്രഹങ്ങളെ പറ്റി വാചാലരായത് അല്ലേ? ഈ കോമൺ സെൻസ് എന്ന് പറയുന്ന സാധനം അതൊക്കെയാണ്. എന്ന് പറഞ്ഞാൽ ഇപ്പം ഇന്ന് സ്റ്റാറ്റസ് ഇടുന്നിടത്ത് സോഷ്യൽ മീഡിയ കാലത്ത് കുട്ടിയും ഉമ്മയും ഒരുപോലെ മത്സരിക്കുന്ന കാലമാണ്. ചിലപ്പോൾ കുട്ടിയോട് ഉമ്മ തന്നെ പറയും, നീ അത് പോയിട്ട് ഫോട്ടോ എടുക്കുക, നമുക്ക് സ്റ്റാറ്റസ് ഇടണ്ടേ. എന്ത് മെസ്സേജാണ് ഈ മാതാവ് ഈ വളരുന്ന കുഞ്ഞിന് കൺവേ ചെയ്ത് കൊടുത്തത്? എന്താണ് സ്റ്റാറ്റസ്? ആർക്കും കാണാം. പാവപ്പെട്ട ദരിദ്ര നാരായണന്റെ മോനെ, പാവപ്പെട്ട കുടുംബത്തിലെ കുട്ടി ഈ സ്റ്റാറ്റസ് കാണാൻ, അല്ലെങ്കിൽ ആ കുടുംബം കാണാൻ.
നമ്മളെ തീന്മേശയിൽ വരി നിരയായിട്ട് വെച്ച വിഭവസമൃദ്ധമായ ഭക്ഷണങ്ങളുടെ ഒറ്റ ക്ലിക്കാണ് എടുത്തത്. നമുക്ക് എടുത്തപ്പോൾ തന്നെ വയറ് നിറഞ്ഞു, നമ്മൾ കഴിച്ചിട്ടില്ല. നമ്മളെ വയറ് നിറഞ്ഞ എങ്ങനെയാ? ഇതെന്റെ സ്റ്റാറ്റസിൽ ഇങ്ങനെ കറങ്ങുമ്പോൾ ഇത് കിട്ടാത്ത കുറെ ആൾക്കാർ ഇത് കാണുമല്ലോ, അല്ലേ? ഇത് ഹസദ് ഉണ്ടാക്കല, ഹസൂദികളെ നിർമ്മിക്കുന്ന ഫാക്ടറിയായി നമ്മളെ വീട് മാറുന്നതിന്റെ ലക്ഷണമാണ്. അള്ളാഹു അനുഗ്രഹങ്ങളെയെല്ലാം വിലമതിക്കാനാവാത്തതായി കണ്ടിട്ടുണ്ട്. അതിന് കുട്ടികൾ ശുക്ർ ചെയ്ത് പഠിക്കണം എന്നാണ്. ഇപ്പൊ ഒരു അനുഗ്രഹം കിട്ടിയാൽ നമ്മളത് ആസ്വദിക്കണം എന്നാണ്. കുഴപ്പമില്ല, ഏത് നിയമത്തും ആസ്വദിക്കണം എന്നാണ്. വിശാലമായ വീട് നിയമത്താണ്, അത് ആസ്വദിക്കണം എന്നാണ്. വാഹനം നിയമത്താണ്, അത് ആസ്വദിക്കണം എന്നാണ്. ഡ്രസ്സ് നിയമത്താണ്, അത് ആസ്വദിക്കണം. അതിനൊന്നും മതങ്ങൾ എതിരല്ല. പക്ഷേ ഈ നിയമത്ത് വേറൊരാളിങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ, അല്ലേ? നമുക്ക് നല്ല സൗഭാഗ്യം പഠിച്ചോൻ തന്നിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ശുക്ർ ചെയ്യുക, മറക്കാതെ ശുക്ർ ചെയ്യുക. ഈ ശുക്ർ കൊണ്ടാണ് മനുഷ്യന് ഗ്രോത്ത് ഉണ്ടാകുക. മാനസികമായ വളർച്ച, മറ്റുള്ള എല്ലാ വളർച്ചയും ഉണ്ടാകല് ശുക്ർ കൊണ്ടാണ്. ഈ ശുക്രിന്റെ അർത്ഥം എന്താണ്? ആരെയും ബോധ്യപ്പെടുത്തണ്ട, ആരെയും ബുദ്ധിമുട്ടാക്കണ്ട. മക്കൾ അങ്ങനെ ഒന്ന് വളരുമ്പോൾ ഈ കുട്ടി സെൻസുള്ള കുട്ടിയാവില്ല. ഞാൻ ചോദിക്കട്ടെ, സെൻസർ എന്ന് പറയുന്ന സാധനം എന്താ, അല്ലേ? നമ്മൾ വർക്ക് ചെയ്ത് കണ്ടെത്തല്ലേ? അവിടെ ഒരു പാവപ്പെട്ടോണ്ട്, ഇവിടെ ഒരു കഷ്ടപ്പെടുന്നോണ്ട്, ഇവിടെ ഒരു ഭിന്നശേഷിക്കാരുണ്ട് എന്നൊക്കെ നമ്മൾ സോഷ്യലായി ജീവിക്കുമ്പോൾ എത്ര വാക്കുകളെ സൂക്ഷിക്കണം. നമ്മളെ അവസ്ഥ മാത്രം പരിഗണിച്ച് ആണ്ട് സ്റ്റേറ്റ്മെന്റ് നടത്തും. പക്ഷേ ഞാനാ പറഞ്ഞ പ്രസ്താവന ഒരു ഭിന്നശേഷിക്കാരനെ വിഷമിപ്പിച്ചോ, അല്ലേ? ഒരു സ്ത്രീയെ വിഷമിപ്പിച്ചോ, ഒരു ഭർത്താവ് മരിച്ചുപോയ ഒരു വിധവയെ വിഷമിപ്പിച്ചോ? എത്ര സ്ഥലത്ത് നമ്മൾ സൂക്ഷിക്കണം. അതുകൊണ്ടാണ് കലാം, അറബിയിലെ വാക്ക് എന്നുള്ളതിന് പറയുന്ന പ്രയോഗം എന്താണ്? കലാം എന്നാണ് വാക്കിന് പറയല്. കലിമ് എന്ന് പറഞ്ഞാലോ മുറിവ് എന്ന അർത്ഥം. അപ്പൊ കലിമ് എന്നതിൽ നിന്നാണ് കലാമ് ഉണ്ടായത്. എന്താണ് അതിന്റെ അർത്ഥം? വാക്ക് പെട്ടെന്ന് മറ്റൊരാളുടെ ഹൃദയത്തെ മുറിവേൽപ്പിക്കുന്ന ആയുധമാണ് എന്നാണ്. അതുകൊണ്ട് ബൈബിളിൽ ഒരു പ്രയോഗമുണ്ട്, വാക്ക് ഒരു വിത്താണ്. വാക്ക് എങ്ങനെ വിത്താവുക? ആപ്പിള് വിത്തല്ല, അത് പഴ. ആ പഴമാകുന്ന ആപ്പിളിനേക്കാൾ വലുതാണ് വിത്ത്. വിത്ത് നമ്മൾ കഴിക്കൂല, പക്ഷെ നമ്മളെ കയ്യിലുള്ള ആപ്പിളിനെ കഷ്ണം കഷ്ണാക്കി നമ്മൾ കഴിക്കും. അതേ സമയത്ത് നമ്മളെ കയ്യിലുള്ള വിത്തോ, ആ വിത്തിനെ കുഴി വെട്ടി അതിലടക്കം ചെയ്തിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കും. എന്നിട്ട് ആ വിത്ത് ഉണ്ടാക്കുന്ന പരിവർത്തനം എന്തൊക്കെയാ? അതിങ്ങനെ തളിർത്ത് പന്തലിച്ച് വടർന്ന് പടർന്ന് അതിൻ്റെ ശിഖരങ്ങള് വ്യവഹാരം നടത്തി അതിലൊക്കെ ആയിരക്കണക്കിന് ആപ്പിളുകൾ ഉണ്ടായി. അത് ഒരു സീസണിലോ അല്ല, അടുത്ത വർഷം വീണ്ടും ഉണ്ടായി, പിറ്റത്തെ വർഷം വീണ്ടും ഉണ്ടായി. എത്ര ജനറേഷനുകൾക്കാണ് നമ്മുടെ വിരൽ തുമ്പിൽ നിസാരം എന്ന് പറഞ്ഞ് നമ്മൾ നോക്കിയ ഒരു വിത്ത് പഴങ്ങളെ കൊടുത്തത്. അതുകൊണ്ട് വിത്ത്, വാക്ക് ഒരു പഴമല്ല, ഒരു വിത്താണ്. അതിൻ്റെ അർത്ഥം എന്താ? നമ്മൾ കുടുംബത്തിൽ പറഞ്ഞ നല്ലൊരു വാക്കുണ്ടല്ലോ, നമ്മൾ സോഷ്യൽ ലൈഫിൽ പറഞ്ഞ നല്ലൊരു വാക്കുണ്ടല്ലോ, നമ്മൾ വാട്സപ്പിന്റെ വോയിസ് ക്ലിപ്പ് ഇടുന്ന ബട്ടൺ അമർത്തിയിട്ട് റെക്കോർഡ് ചെയ്ത് വിട്ട നല്ലൊരു വാക്കുണ്ടല്ലോ, അവിടെ നല്ല തല്ലും വക്കാണോ നടക്കുക ഗ്രൂപ്പില്. അപ്പൊ ഒരു നല്ലൊരു മനുഷ്യൻ വന്നാണ്ട് പറഞ്ഞ്, മരിച്ചു പോണ്ട മനുഷ്യന്മാരെ നമുക്കൊക്കെ, അല്ലേ? അയാളെ വാക്ക് വിത്താണ്. കാരണം പിന്നെ ഡിസ്ലൈക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിലേറെ ഡോസുള്ള സ്റ്റേറ്റ്മെന്റ് നടത്താൻ വേണ്ടിയിട്ട് വോയിസ് ക്ലിപ്പ് ഇടാൻ കാത്തിരിക്കുന്നവന് ഈ വോയിസാ കേട്ടത്. അപ്പൊ അവരൊക്കെ ആ ശ്രമത്തിൽ നിന്ന് പിന്മാറി. വാക്ക് വിത്താണ്.